സ്റ്റുഡൻസ്, ബ്രൈറ്റ് അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2019 മാർച്ചിൽ നടന്ന ഹയർ സെക്കൻഡറി ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മളൊരു 2 പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക. ആദ്യത്തെ പാർട്ടിൽ 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതേപോലെ 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഡിസ്കസ് ചെയ്യും. അടുത്ത ഒരു വീഡിയോയിൽ 3 മാർക്കിന്റെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ 2019 മാർച്ചിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഭംഗിയായി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായി പോവുകയാണ്. അതിനു മുമ്പ് 2 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം എക്സാം ഇങ്ങ് പടിവാതിൽക്കൽ എത്തി നിൽക്കിയിരിക്കുകയാണ്. അപ്പം കെമിസ്ട്രിക്കകത്ത് ഒരു 14 പാഠങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ? സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി മുതൽ എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്ന് പറയുന്ന അവസാനത്തെ പാഠം വരെ 14 പാഠങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈ 14 പാഠത്തെ കുറിച്ചും അത്യാവശ്യം ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റൂ. 2019 കുറെ ക്വസ്റ്റ്യൻസുകൾ, അതായത് ഒരു 4-5 ക്വസ്റ്റ്യൻസ് പ്രയാസമായിരുന്നു. അതുകൊണ്ട് പൊതുവെ കുറച്ച് കുട്ടികളെല്ലാം 2019 നടന്ന എക്സാം വളരെ പ്രയാസമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഓരോന്നും പറഞ്ഞുതരാം. നിങ്ങൾ അറിഞ്ഞിരിക്കുക, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് ഡിഫൈൻ അല്ലെങ്കിൽ വാട്ട് ഈസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കൂ. ബാക്കിയെല്ലാം ആപ്ലിക്കേഷൻസ് ലെവൽസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സെക്ഷൻ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഓരോ ഭാഗത്തു നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ട് മാർച്ച് 2019 ചോദിച്ചിട്ടുള്ള 1 മാർക്കിനകത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: The lowest hypothetical temperature at which gases are supposed to occupy zero volume is called dash. നമുക്കറിയാം ഇത് എവിടെ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 5ാമത്തെ പാഠമായ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നിന്നും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമ്മൾ ഗ്യാസ് ലോസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചാൾസ് ലോയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് കേട്ടു പോന്നിട്ടുള്ളത്. ശരിയല്ലേ? നമ്മൾ ചാൾസ് ലോയുടെ ഗ്രാഫ് ഒക്കെ വരച്ചതിന് ശേഷം അയാളെ -x ആക്സിസിലേക്ക് എക്സ്ട്രാപോളേറ്റ് ചെയ്തിട്ട് അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് -273.15 ഡിഗ്രി സെൽഷ്യസ് ആണെന്നും ആ ടെമ്പറേച്ചറിലാണ് ഗ്യാസ് മോളിക്യൂൾസ് 0 വോളിയം ഒക്കുപ്പൈ ചെയ്യുന്നതെന്നും അയാളെ നമ്മൾ വിളിച്ച പേരായിരുന്നു മക്കളെ എന്ത്? അബ്സല്യൂട്ട് സീറോ. അപ്പൊ ഒന്നാമത്തെ ആൻസർ അബ്സല്യൂട്ട് സീറോ ആണ്. The lowest hypothetical temperature at which gases are supposed to occupy zero volume is called absolute zero. പ്രയാസമില്ലല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. Which among the following is a molecular hydride? മക്കളെ, ഹൈഡ്രേഡ് എന്ന് പറയുമ്പോൾ അത് ഏത് പാഠത്തിനകത്തെയാ? ഹൈഡ്രജൻ എന്ന് പറയുന്ന പാഠത്തിൽ നിന്നും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമ്മൾ ഹൈഡ്രേഡുകളെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലെ? ഹൈഡ്രജൻ മറ്റ് എലമെന്റ്സുമായി ചേർന്നുണ്ടാക്കുന്ന ബൈനറി കോമ്പൗണ്ടുകളെ നമ്മൾ വിളിച്ച പേരായിരുന്നു ഹൈഡ്രേഡ്. പ്രധാനമായിട്ടും ഹൈഡ്രേഡ്, മോളിക്കുലാർ ഹൈഡ്രേഡ്, അയോണിക് ഹൈഡ്രേഡ്, എന്താണ് ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രേഡ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അവിടെ എസ് ബ്ലോക്ക് എലമെന്റ്സുമായി ചേർന്നുണ്ടാക്കുന്ന ഹൈഡ്രേഡുകളെ വിളിക്കുന്ന പേരാണ് അയോണിക് ഹൈഡ്രേഡ്. പി ബ്ലോക്കിലെ നോൺ മെറ്റൽസുമായി ചേർന്നുണ്ടാക്കുന്ന ഹൈഡ്രേഡുകളെ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ ഹൈഡ്രേഡ്, അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേര് കോവാലന്റ് ഹൈഡ്രേഡ് എന്നാണ്. അവരെ തന്നെ വീണ്ടും നിങ്ങൾ 3 പിരിവുകളായി പഠിച്ചിട്ടുണ്ട്: ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേഡ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രേഡ്, ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രേഡ്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് among the following is a molecular hydride? ദാറ്റ് മീൻസ് കോവാലന്റ് ഹൈഡ്രേഡ് ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അറിഞ്ഞിരിക്കുക, പി ബ്ലോക്ക് എലമെന്റ്സ് ഹൈഡ്രജൻ, പി ബ്ലോക്ക് എലമെന്റ്സുമായി, പി ബ്ലോക്കിലെ നോൺ മെറ്റൽസുമായി ചേർന്നുണ്ടാക്കുന്ന ഹൈഡ്രേഡുകളെ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ ഹൈഡ്രേഡ്. നിങ്ങൾ നോക്ക്, ലിഥിയം, ലിഥിയം എന്ന് പറയുന്നത് എസ് ബ്ലോക്ക് ആണ്, നൈട്രജൻ പി ബ്ലോക്ക് ആണ്. സോ മോളിക്കുലാർ ഹൈഡ്രേഡിന് എക്സാമ്പിൾ ആരാണ്? NH3 ആണ്. പ്രയാസമില്ലല്ലോ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. അറിഞ്ഞിരിക്കണേ, ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ടോപ്പിക്കിനെ കുറിച്ച് അത്യാവശ്യം ബേസിക് ആയ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യത്തുള്ളൂ? മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ശരി. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഗിവ് ദി IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം പറയാനാണ് ചോദ്യം. ഓക്കെ, കുറിച്ചു വെച്ചോ, IUPAC നെയിമിംഗ് ഇല്ലാതെ പരീക്ഷ നടക്കില്ല. അങ്ങനെ ഒരു പരീക്ഷ നടന്ന ചരിത്രമില്ല. IUPAC നെയിമിംഗ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. IUPAC നെയിം ഞാൻ പറഞ്ഞുതരാമേ. ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ നിന്നാണ് നമ്മൾ നമ്പർ ചെയ്യുന്നത് അല്ലേ? ഇവിടെ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ 2 പേരെ കിട്ടും. അതുകൊണ്ട് ഇവിടുന്ന് നമ്പർ ചെയ്യണം. 1 ഇങ്ങനെ ചെയ്താൽ, ലെഫ്റ്റിൽ കൂടെ ചെയ്താൽ 2, 3, 4, 5ാം സ്ഥാനത്തെ അടുത്ത ആളെ കിട്ടും. ഇവിടുന്ന് ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3ാം സ്ഥാനത്ത് കിട്ടും. പ്രയാസമില്ലല്ലോ. ഇതെന്ന് പറയുന്നത് ഏതാ? മീഥൈലാണ്. ഇയാൾ ആരാ? ഈഥൈലാണ്.
അപ്പൊ നിങ്ങൾക്കറിയാം മീഥൈലും ഈഥൈലും വരികയാണെന്നുണ്ടെങ്കിൽ ആരെ ആദ്യം പറയണം? ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ച് ഈഥൈലിനെ ആദ്യം പറയണം. സോ ഇയാളുടെ പേര് ഞാൻ ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ തുടക്കുകയാണ്. നിങ്ങൾ അത് എഴുതിയെടുക്കണം. അല്ലെങ്കിൽ HSS ലൈവിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിരിക്കും, അത് ഡൗൺലോഡ് ചെയ്യുകയെങ്കിലും ചെയ്യുക. ഓക്കെ, ശരി, ശ്രദ്ധിക്കണേ നിങ്ങള്. ഇവിടുന്ന് നമ്പർ ചെയ്തു, കാരണം ഇവിടെ നമ്പർ ചെയ്യുന്ന സമയത്ത് 2 ബ്രാഞ്ചിനെ കിട്ടും, 2 സബ്സ്റ്റിറ്റ്യൂവൻസിനെ കിട്ടും. പിന്നെ 2, 3, 4, 5 അങ്ങനെ ചെയ്താൽ 5ാം സ്ഥാനത്തെ അടുത്ത ആളെ കിട്ടും. ഇവിടുന്ന് ചെയ്ത് കഴിഞ്ഞാൽ 2, 3ാം സ്ഥാനത്ത് കിട്ടും. അപ്പൊ ഇയാള് മീഥൈലാണ്, ഇയാൾ ഈഥൈലാണ്. IUPAC റൂൾ അനുസരിച്ച് ആരെ ആദ്യം പറയണം? ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആരാണോ ആദ്യം വരുന്നത് അത് പറയണം. അപ്പൊ നമ്മൾ ചൊല്ലി നോക്കണം, ABCDE കഴിഞ്ഞിട്ടാണ് ആര് വരിക? M വരിക. അപ്പൊ 3ാം സ്ഥാനത്ത് ഈഥൈൽ കിടപ്പുണ്ട്. അപ്പൊ ഇയാളുടെ പേര് 3-ഈഥൈൽ. പ്രയാസമില്ലല്ലോ, 3-ഈഥൈൽ. 1ാമത്തെ സ്ഥാനത്ത് 2 വട്ടം കിടപ്പുണ്ട്. അപ്പൊ അത് രണ്ടും പറയണം. 1-1 2 പ്രാവശ്യം വന്നതുകൊണ്ട് ഡൈ വന്നിട്ടുള്ള സാധനം മീഥൈലാണ്. അപ്പൊ ഡൈമീഥൈൽ. ഇതാളാരാ? സൈക്ലോ പറഞ്ഞോ ഹെക്സേൻ. അപ്പൊ ഇയാളുടെ പേര് 3-ഈഥൈൽ 1-1 ഡൈമീഥൈൽ സൈക്ലോ ഹെക്സേൻ എന്നാണ്. ശരി, 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇത് മനസ്സിലായല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. 4ാമത്തെ ചോദ്യം, predict the product obtained by the reaction of lithium with O2. ലിഥിയം O2മായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് പറയാനാണ്. അതറിഞ്ഞിരിക്കണേ. ഇത് S ബ്ലോക്ക് എലമെന്റുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾ S ബ്ലോക്ക് എലമെന്റ്സ് ഡിസ്കസ് ചെയ്ത സമയത്ത് പഠിച്ചിട്ടുണ്ട് ആൽക്കലി മെറ്റൽസ് ഓക്സിജനും അല്ലെങ്കിൽ എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഓക്സൈഡ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പിൽ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൽക്കലി മെറ്റൽസ് റിയാക്ട്സ് വിത്ത് എയർ ടു ഫോം ഓക്സൈഡ് ഓഫ് ദ ടൈപ്പ് M2O എന്നാണ് പഠിച്ചിട്ടുള്ളത്. predict the product obtained by the reaction of lithium with O2 ആണ്. ഇത് എവിടുന്ന് ചോദിച്ച ചോദ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ S ബ്ലോക്ക് എലമെന്റ്സിനകത്ത് അവരുടെ റിയാക്ഷനുമായി ബന്ധപ്പെട്ട് പഠിച്ചതാണ്. അതിന്റെ ഹെഡിങ് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും, റിയാക്ഷൻ വിത്ത് എയർ ആണ്. അവിടെ സ്റ്റേറ്റ്മെന്റും പഠിച്ചതാണ്. ആൽക്കലി മെറ്റൽസ് റിയാക്ട്സ് വിത്ത് എയർ ടു ഫോം ഓക്സൈഡ് ഓഫ് ദ ടൈപ്പ് M2O ആണ്. ജനറൽ ഇക്വേഷനോടെ പഠിച്ചതാ, വേഗം പറ. 4m plus O2 gives 2m2O. ഇതാണ് ഇതിന്റെ ജനറൽ ഇക്വേഷൻ. ഇതവിടെ പഠിച്ചതാണ്. നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് തന്നിട്ടുള്ള മെറ്റൽ ലിഥിയം അല്ലേ? എമ്മിന്റെ സ്ഥാനത്ത് ലിഥിയത്തെ കൊടുക്ക്. 4Li പ്ലസ് O2 gives 2Li2O. ഇതാണ് ആ പ്രൊഡക്റ്റ്. Predict the product obtained by the reaction of lithium with O2. ലിഥിയം ഓക്സിജനുമായി റിയാക്ട് ചെയ്ത സമയത്ത് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് Li2O ആണ്. S ബ്ലോക്ക് എലമെന്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. റിയാക്ഷൻ വിത്ത് എയർ ആണ്. ആൽക്കലി മെറ്റൽസ് റിയാക്ട്സ് വിത്ത് എയർ ടു ഫോം ഓക്സൈഡ് ഓഫ് ദ ടൈപ്പ് M2O എന്ന് നിങ്ങൾ അവിടെ ഭംഗിയായിട്ട് പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്. അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, TD എന്നുള്ളത് തെർമോഡൈനാമിക്സ് ആണ്. അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഡെൽറ്റ U is equal to ഡാഷ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരുപക്ഷെ തെർമോഡൈനാമിക്സ് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സും അതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷനും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഷടപടേ എന്ന് ആൻസർ പറയും. പക്ഷേ എക്സാമിന് അവർ ചോദിക്കുന്നത് ദാണ്ടെ നിങ്ങൾ നോക്ക്, അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഡെൽറ്റ U is equal to ഡാഷ് എന്നാണ്. അപ്പൊ നമ്മൾ എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്നറിയണം. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സറൗണ്ടിങ്സുമായിട്ട് ഹീറ്റിന്റെയും എനർജിയുടെയും ഒന്നും എക്സ്ചേഞ്ച് ഇല്ലാത്ത സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. പ്രയാസമില്ലല്ലോ. ആ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഡെൽറ്റ U is equal to ഡാഷ് എന്നാണ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഡെൽറ്റ U is equal to Q plus W ആണ്. എന്താ? ഡെൽറ്റ U is equal to Q plus W ആണ്. മക്കളെ ശ്രദ്ധിച്ചിരിക്കണേ. ഞാൻ ആദ്യമേ പറഞ്ഞു
ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇത് മറ്റൊന്നിനു വേണ്ടിയല്ല ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകും വാട്ട്, ഹൗ, ഡിഫൈൻ, അങ്ങനെയൊന്നും അല്ല പരീക്ഷയ്ക്ക് ചോദിക്കുക. പരീക്ഷയ്ക്ക് അവർ ഏത് വിധത്തിൽ വേണമെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാം. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഭംഗിയായിട്ട് ആ പാറ്റേൺ മനസ്സിലാകും. നമ്മളോട് ഇതിന് പകരം ചോദിക്കുന്നത് ഇങ്ങനെയാണ്, വാട്ട് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് എഴുതും. അത് അവർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എങ്ങനെയാ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡാഷ് എന്നാണ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. ഇവിടെ ഐസൊലേറ്റഡ് സിസ്റ്റം എന്താണെന്ന് അറിയണം. എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം? ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിന് സറൗണ്ടിങ്സുമായിട്ട് ഹീറ്റിന്റെ എനർജിയുടെ എക്സ്ചേഞ്ച് ഇല്ല എങ്കിൽ അത്തരം സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസൊലേറ്റഡ് സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹീറ്റും എനർജി ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ഡെൽറ്റ യു, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്താണ്? 0 ആണ്. സോ ദ ആൻസർ ഈസ് ഡെൽറ്റ യു എന്ന് പറയുന്നത് 0 ആണ്. പ്രയാസമില്ലല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സറൗണ്ടിങ്സുമായിട്ട് ഹീറ്റിന്റെ എനർജിയുടെ എക്സ്ചേഞ്ച് ഒന്നുമില്ല. therefore Q and W ഒന്നുമില്ല, അവിടെ പറയാനില്ല. therefore ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം? 0 ആണെന്ന് പറയാം. ഓക്കെ, ശരി. മൂവിംഗ് ടു ദ 6th ക്വസ്റ്റ്യൻ. The minimum value for the product of uncertainty in position and momentum of a moving microscopic particle is equal to dash. ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ തന്നെ അറിയാം ഇത് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന പാഠത്തിനകത്തെ നമ്മളുടെ ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായിട്ട് നിങ്ങൾ തന്നെ ചോദിക്കും. എന്ത് ബുദ്ധിമുട്ടിലാണ് അവർ നിങ്ങളായിട്ട് പറ്റിക്കുക? നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പൊ നിങ്ങൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ പ്രിസൈസ്ലി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് എഴുതും. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദ മിനിമം വാല്യൂ ഫോർ ദ പ്രോഡക്റ്റ് ഓഫ് അൺസർട്ടനിറ്റീസ് ഇൻ പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് എ മൂവിംഗ് പാർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു ഡാഷ് എന്നാണ്. ഓക്കെ, നമുക്കത് സിമ്പിൾ ആയിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ശ്രദ്ധിക്കണം നിങ്ങൾ മക്കളെ. ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച്, ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ അയാളുടെ മാത്തമാറ്റിക്കൽ ഫോം എഴുതുന്നത് ഇതിങ്ങനെയല്ലേ, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. ഇതാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π ആണ്. Where delta x is the uncertainty in position, delta p is the uncertainty in momentum, h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് ഡിവൈഡഡ് ബൈ 4π. ഇവിടെ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ അറിയാം. നമ്മൾ ഈ മൊമെന്റത്തെ മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് എഴുതും, ശരിയല്ലേ? അപ്പൊ ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി എഴുതാം, ഡെൽറ്റ എക്സ് ഇൻറ്റു മൊമെന്റം എന്ന് പറയുന്നത്, ബട്ട് മൊമെന്റം p is equal to മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഒരാളെ സംബന്ധിച്ച് പറഞ്ഞാൽ അയാളുടെ മാസ് കോൺസ്റ്റന്റ് ആയിരിക്കും, അപ്പൊ വെലോസിറ്റിക്ക് മാത്രമായിരിക്കും ചേഞ്ച് ഉണ്ടാവുക. അപ്പൊ m എന്ന് കൊടുക്കാം ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. ഇത് രണ്ടുമാണ് നിങ്ങൾ ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചിട്ടുള്ള സാധനം. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തുവാ? ദ മിനിമം വാല്യൂ ഫോർ ദ പ്രോഡക്റ്റ് ഓഫ്, പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുണനം, പ്രോഡക്റ്റ് ഓഫ് uncertainties in position and momentum, uncertainties in position and momentum of a moving microscopic particles is equal to dash എന്നാണ്. ഇയാളല്ലേ product of uncertainty in position and momentum greater than or equal to h by 4π അല്ലേ? മിനിമം വാല്യൂ ആ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പറയാം സിമ്പിൾ ആയിട്ട് അതാരാണ്? ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഈക്വൽ ആണ്. അപ്പോ മിനിമം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ h by 4π ആണെന്ന് പറയാം. പ്രയാസമില്ലല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. നിങ്ങൾ അറിഞ്ഞിരിക്കുക പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഈ രീതിയിലാണ്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വാട്ട് ഈസ് ഹൗ ഡിഫൈൻ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് എക്സാമിനേഷൻ ഹാളിൽ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. ഈ ടൈപ്പിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. 7 ക്വസ്റ്റ്യൻസ് ആണ് 1 മാർക്ക് സെക്ഷനിൽ ആ വർഷം ചോദിച്ചിട്ടുള്ളത്. 7ാമത്തെ ക്വസ്റ്റ്യൻ സിഗ്നിഫിക്കന്റ് ഫിഗറുമായി ബന്ധപ്പെട്ടായിരുന്നു. അത് സാധാരണ കെമിസ്ട്രി മാഷന്മാരെ ഒരു 90% കെമിസ്ട്രി സാറന്മാരും പഠിപ്പിക്കാറില്ല. കാരണം ഫിസിക്സിന്റെ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന പാഠത്തിനകത്ത് നിങ്ങൾ സിഗ്നിഫിക്കന്റ് ഫിഗറിനെ കുറിച്ച് കുറേയും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കെമിസ്ട്രി മാഷന്മാർ പറയുന്നതിനേക്കാൾ കുറേയും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫിസിക്സ് സാറന്മാർ പറഞ്ഞുതരും. സോ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്ന് നോക്കിയേക്കണം. പ്രയാസമില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ 2019
1 മാർക്കിന് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഭംഗിയായി ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിച്ചു. 2 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ശരി, 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ ന്യൂമാൻ പ്രൊജക്ഷൻസ് ഓഫ് ദ എക്ലിപ്സ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഓഫ് ഈഥേൻ. നിങ്ങൾക്കറിയാം ഹൈഡ്രോ കാർബൺസിനകത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അവിടെ തല്ലി പഠിപ്പിച്ചു വിടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺഫർമേഷൻ പഠിക്കാതെ പോവരുത്. കൺഫർമേഷനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഹൈഡ്രോ കാർബൺസ് പാർട്ട് 2 നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ അവൈലബിൾ ആണ്, അത് പോയി കാണാം. അവിടെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയത്തില്ല. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തുവിടാം. നമ്മളെ ന്യൂമാൻ പ്രൊജക്ഷൻ ഓഫ് എക്ലിപ്സ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. നിങ്ങൾക്ക് അറിയാം നമ്മൾ കൺഫർമേഷൻ 2 രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുക. ഒന്ന് സോഹോഴ്സും ഒന്ന് ന്യൂമാൻസും. ന്യൂമാൻസ് എന്ന് ഓർത്തിരിക്കുക. ന്യൂമാൻസ് പഠിക്കുന്ന സമയത്ത് ഓർത്ത് വെച്ചിരിക്കേണ്ട പോയിന്റ്, വട്ടം വരയ്ക്കുക, പൊട്ടിടുക. ശരിയല്ലേ? ഈഥേൻ ആണ്. ഈഥേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 സിംഗിൾ ബോണ്ട് CH3 ആണ്. ന്യൂമാൻ ആണ് ചോദിച്ചതെങ്കിൽ ഒറ്റ ഒരു കാര്യം, വട്ടം വരയ്ക്കുക, പൊട്ടിടുക. ഇത് ഒരു കാർബണിനെ കാണിക്കുന്നു, ഇതൊരു കാർബണിനെ കാണിക്കുന്നു. ആ ഓരോ കാർബണിലും 3 ഹൈഡ്രജൻ, 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 ഹൈഡ്രജൻ. ശരിയാണോ? രണ്ടാമത്തത് ഇതിനെ തന്നെ തലതിരിച്ച് വെച്ചാൽ മതി. H. ഹൈഡ്രജൻസ് ഫാർ അപ്പാർട്ട് ആണ്. therefore ഇതാണ് ഏത് കൺഫർമേഷൻ? സ്റ്റാഗേർഡ് കൺഫർമേഷൻ. അപ്പൊ നമ്മള് ന്യൂമാൻസ് പ്രൊജക്ഷനകത്ത് ആരെ വരച്ചിരിക്കുന്നു? സ്റ്റാഗേർഡ് കൺഫർമേഷനെ വരച്ചിരിക്കുന്നു. ഇനി എക്ലിപ്സ് കൺഫർമേഷൻ വരയ്ക്കുക. അപ്പൊ ന്യൂമാൻ ആണെങ്കിൽ ഒരേ ഒരു കാര്യം, വേഗം ഒന്ന് പറഞ്ഞ്, വട്ടം വരയ്ക്കണം, പൊട്ടിടണം. വട്ടം വരയ്ക്കുക, പൊട്ടിടുക. 3 ഹൈഡ്രജൻ. മുമ്പിലത്തെ സിമിലർ ആയിട്ടുള്ള പടം, 3 ഹൈഡ്രജൻ. എക്ലിപ്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ബിഹൈൻഡ് ദ അതർ എന്നൊക്കെയാണ് മീനിങ്, ഒന്നിന്റെ പുറകിൽ. അപ്പം ഇതിന്റെ പുറകിലാണ് ഹൈഡ്രജൻ അല്ലെ? പുറകിലാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ നിർവാഹമുള്ളൂ. ഇത് എക്സാക്ട്ലി ബിഹൈൻഡ് ദ അതർ ആണ്. therefore it is the eclipsed confirmation. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇത് എടുത്തു തന്നിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ കോൺസെപ്റ്റ് ഒക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് ജസ്റ്റ് പോയി കാണുക. ഹൈഡ്രോ കാർബൺസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പാർട്ട് 2 ഞാൻ കൺഫർമേഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് പോയി കാണുക. ഓക്കെ ആണല്ലോ? പ്രയാസമില്ലല്ലോ? ശരി, മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കാൽക്കുലേറ്റ് ദ pH ഓഫ് 1 × 10⁻² മോളാർ H2SO4. 1 × 10⁻² മോളാർ H2SO4 എന്ത് കാണണം? pH കാണണം. ഇക്വിലിബ്രിയത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. pH കാണാനുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. pH ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+. ഇതാണ് pH കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം 1 × 10⁻² മോളാർ H2SO4 ആണ്. അപ്പൊ H+ന്റെ കോൺസെൻട്രേഷൻ ആയിട്ട് ഇതുകൊണ്ട് പോസ്റ്റ് ചെയ്യരുത്. എല്ലാ കുഞ്ഞുങ്ങളും ഇതുകൊണ്ട് അങ്ങ് പോസ്റ്റ് ചെയ്യും, അത് തെറ്റാണ്. കാരണം ഒരു H2SO4 2 H+ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2H+ SO4 ഇങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുക. അതായത് ഒരു H2SO4 ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര H+നെ കിട്ടും? 2 H+നെ കിട്ടും. അപ്പൊ ഇത് 5 ആണെങ്കിലോ, 5 H2SO4 ആണെങ്കിൽ 10 H+നെ കിട്ടും. അപ്പം 1 × 10⁻² മോളാർ H2SO4 ആണെങ്കിലോ അതിന്റെ ഇരട്ടി. 1 ആണെങ്കിൽ 2 കിട്ടും, 5 ആണെങ്കിൽ 10 കിട്ടും. അപ്പൊ ഇതാണെങ്കിൽ അതിന്റെ ഇരട്ടി കിട്ടും. അപ്പൊ നിങ്ങൾ ഇവിടെ എങ്ങനെ എഴുതും? ദാറ്റ് ഈസ് pH is equal to -log H+ന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 2 × 10⁻² ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം. H2SO4 ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 മോള് 2 മോളിനെ തരും, 5 മോളാണ് 10 മോളിനെ തരും. അപ്പൊ 10⁻² മോളാർ ആണെങ്കിലോ 2 × 10⁻² മോളാർ എന്ന് എടുക്കണം. ഓക്കെ, ദാറ്റ് ഈസ് pH is equal to നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+. ദാറ്റ് ഈസ് pH is equal to -log 2 × 10⁻². ഓക്കെ ആണ്. ഇത് ഇനി നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് എന്ത് കൊണ്ടുപോകാം? കാൽക്കുലേറ്റർ കൊണ്ടുപോകാം. ആ കാൽക്കുലേറ്ററിനകത്ത് സിമ്പിൾ ആയിട്ട് ചെയ്യാം. അല്ല എങ്കിൽ ഇനി എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് എങ്കിൽ അവിടെ നമുക്ക് കാൽക്കുലേറ്റർ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാം. ഞാൻ സോൾവ് ചെയ്ത് കാണിക്കാമേ. ദാറ്റ് ഈസ് pH is equal to -log അല്ലെ? ഇത് log AB ഫോർമുല ആണ്. ഏത് ഫോർമുല? log AB ഫോർമുല ആണ്.
ലോഗ് എ ബി ഫോമിനെ ലോഗ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം മൈനസ് ലോഗ്, ഓക്കെ, മൈനസ് ലോഗ് ലോഗ് എ ഇൻറ്റു ബി, ദാറ്റ് ഈസ് ലോഗ് എ പ്ലസ് ലോഗ് ബി. അപ്പൊ എയുടെ സ്ഥാനത്ത് 2 ആണ് നടക്കുന്നത്. അപ്പൊ 2 പ്ലസ് ലോഗ് 10⁻⁻² എന്ന് കൊടുക്കാം. പ്രയാസമില്ലല്ലോ. ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാൽക്കുലേറ്ററിനകത്ത് ജസ്റ്റ് അടിച്ചു പോയി കഴിഞ്ഞാൽ ആൻസർ കിട്ടും. എങ്കിലും ഒന്ന് ചെയ്ത് കാണിച്ചേക്കാം. ഓക്കെ, ദാറ്റ് ഈസ് PH is equal to മൈനസ് ലോഗ് 2. ഇത് ലോഗ് a⁻b ഫോമിലാണ്. ഏത് ഫോമിൽ അടക്കുക? ലോഗ് a⁻b ആണ്. ലോഗ് a⁻b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b ലോഗ് a ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ലോഗ്, ഇത് a⁻b. അപ്പൊ അത് b ലോഗ് a ആണ്. b യുടെ സ്ഥാനത്ത് കിടക്കുന്നത് -2 ആണ്. അപ്പൊ -2 ലോഗ് 10 എന്ന് എഴുതാം. പ്രയാസമില്ലല്ലോ. ഇനി ഈ മൈനസിനകത്തോട്ട് കൊടുത്താൽ എന്ത് വരും? ഇടാം മൈനസ് ലോഗ് 2 പ്ലസ് 2 ലോഗ് 10 എന്ന് എഴുതാം. നോക്കിക്കേ, തിരിച്ചിട്ട് that is PH is equal to ഇതിനെ ആദ്യം എഴുതി ഇതിനെ രണ്ടാമത് എഴുതിയാൽ മതി. മൈനസ് അങ്ങ് പോകും. അപ്പൊ പറ 2 ലോഗ് 10 മൈനസ് ലോഗ് 2 എന്നാണ്. പ്രയാസമില്ലല്ലോ. 2 ലോഗ് 10 എന്ന് പറയുന്നത് 1 ആണ്. ലോഗ് 2 എന്ന് പറയുന്നത് 0.3010 ആണ്. അപ്പൊ മൈനസ് 0.3010. അപ്പൊ 2ൽ നിന്നും 0.3010 പോട്ടെ. 0.3 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? അവിടെ 1.7 വരത്തില്ലേ? അപ്പൊ ഒരു 1.699, കാരണം 0.3010 ആണ് കുറയ്ക്കുന്നത്. ഇതാണ് ആൻസർ. ആൻസർ ഈസ് 1.6999. ഓക്കെ, ഒന്നുകൂടെ പറയാം. കാൽക്കുലേറ്റ് ദ pH ഓഫ് 1 × 10⁻² മോളാർ H2SO4 ആയിരുന്നു ചോദ്യം. നിങ്ങൾക്കറിയാം pH കണ്ടുപിടിക്കാൻ ഇക്വേഷൻ pH is equal to മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ആണ്. പക്ഷെ ഇവിടെ അറിഞ്ഞിരിക്കണം, ഈ വാല്യൂ ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം H2SO4 ആണ്. അതാണ് ആ ചോദ്യത്തിന്റെ പ്രസക്തി. നിങ്ങൾ ഡയറക്റ്റ് ഇതിട്ട് അങ്ങ് ചെയ്യുമെന്ന് അവർക്കറിയാം. H2SO4 ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 മോൾ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 മോൾ H പ്ലസിനെ തരും. അപ്പൊ 5 മോളാണ് 10 മോളിനെ തരും. അപ്പൊ 10⁻² ആണെങ്കിലും അതിന്റെ ഇരട്ടി തരും. അപ്പൊ ദാറ്റ് ഈസ് 2 × 10⁻². ഇവിടെ വെച്ച് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം, കാരണം നിങ്ങൾക്ക് കാൽക്കുലേറ്റർ കൊണ്ടുപോകാം. കാൽക്കുലേറ്ററിനകത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. പിന്നെ ഞാൻ ജസ്റ്റ് ഇത് വന്നതൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ആൻസർ ഈസ് 1.699. പ്രയാസമില്ലല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. among NaCl, BeCl2 and AlCl3 which is more covalent, justify your answer. ഇവിടോട്ട് ആൻസർ എഴുതാമേ. ശ്രദ്ധിക്കണം നിങ്ങൾ. NaCl തന്നിട്ടുണ്ട്, BeCl2 തന്നിട്ടുണ്ട്, AlCl3 തന്നിട്ടുണ്ട്. ആരെയൊക്കെ തന്നിരിക്കുന്നത്? NaCl, BeCl2, AlCl3. ഇതിനകത്ത് മോർ കോവാലന്റ് ആരാണെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ഫജാൻസ് റൂൾ ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ഫജാൻസ് റൂൾ അനുസരിച്ച് കുറെ പോയിന്റുകൾ ഉണ്ട് ഫജാൻസ് റൂളിന്. സ്മോളർ ദ സൈസ് ഓഫ് ദ കാറ്റയോൺ ഫേവേഴ്സ് കോവാലന്റ് ക്യാരക്ടർ, larger the size of the anion favors covalent character, large charge on both the cation and anion favors covalent character. അതുപോലെ if two cations with the same size and charge, the one with the pseudo noble gas configuration എന്നൊക്കെ പറഞ്ഞ് ഫജാൻസ് റൂളിന്റെ പോയിന്റുകൾ ഉണ്ട്. അപ്പൊ ഇവിടെ ഇൻഡയറക്ട്ലി നമ്മളോട് ഫജാൻസ് റൂൾ വെച്ച് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. NaCl ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Na പ്ലസും Cl മൈനസും ഇല്ലയോ? BeCl2 ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Be2 പ്ലസും Cl മൈനസും ഇല്ലയോ? AlCl3 ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Al3 പ്ലസും Cl മൈനസും ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ആനയോൺ എല്ലാം ആരാ? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം കാറ്റയോണിനെ നോക്കണം. കാറ്റയോണിനകത്ത് നോക്കുന്ന സമയത്ത് ഫജാൻ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, ലാർജ് ചാർജ് ഓൺ കാറ്റയോൺ ഫേവേഴ്സ് കോവാലന്റ് ക്യാരക്ടർ എന്ന്. അതായത് ഇവിടെ ഇങ്ങനെ പറഞ്ഞു നോക്കാം, ചാർജ് ഓഫ് കാറ്റയോൺ, കാറ്റയോണിന്റെ ചാർജ് കൂടുതലാണെങ്കിൽ
ആ കാറ്റയോണിന് പോളറൈസിങ് പവർ കൂടുതലായിരിക്കും. മക്കളെ, ഇത് ഫജാൻസ് റൂളുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട സാധനമാണ്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. കാറ്റയോണിന്റെ ചാർജ് കൂടുതലാണെങ്കിൽ ആ കാറ്റയോണിന് പോളറൈസിങ് പവർ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവന്റെ എന്തും കൂടുതലായിരിക്കും, കോവാലന്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. പ്രയാസമില്ലല്ലോ. ചാർജ് ഓഫ് കാറ്റയോൺ കൂടുതലാണെങ്കിൽ ആ കാറ്റയോണിന് പോളറൈസിംഗ് പവർ കൂടുതലായിരിക്കും. ഹെൻസ് വേഴ്സ് കോവാലന്റ് ക്യാരക്ടർ. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ പഠിച്ചതിന് ശേഷമേ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കാണാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, NAക്ക് പ്ലസ് ആണ്, BE 2+ ആണ്, AlCl3ക്ക് Al3 പ്ലസ് ആണ്. അപ്പൊ ഇവിടെയാണ് ചാർജ് കൂടുതൽ. സോ AlCl3 ഈസ് മോർ കോവാലന്റ്. അപ്പൊ നിങ്ങൾ എഴുതണം അക്കോർഡിംഗ് ടു ഫജാൻസ് റൂള് എന്താണ്, ലാർജർ ദ ചാർജ് ഓഫ് ദ കാറ്റയോൺ പോളറൈസിംഗ് പവർ കൂടുതലായിരിക്കും, കോവാലന്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും എന്ന് അവിടെ എഴുതി വെച്ചിരിക്കണം. പ്രയാസമില്ലല്ലോ. ശരി, നമുക്ക് 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഡിഫറൻഷിയേറ്റ് ഹോമോലിറ്റിക് ആൻഡ് ഹെറ്ററോളിറ്റിക് ക്ലീവേജ്. ഹോമോലിറ്റിക് ക്ലീവേജും ഹെറ്ററോളിറ്റിക് ക്ലീവേജും ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിരിക്കുന്നു. സിമ്പിൾ ആണ്. ഹോമോലിറ്റിക് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം എയും ബിയും കൂടെ ചേർന്നിട്ട് ഒരു ബോണ്ട് ഉണ്ടാക്കി. ഒരു ബോണ്ടിനകത്ത് 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ബോണ്ട് എ ബിയും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാക്കി. ഒരു ബോണ്ടിനകത്ത് 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടും ബ്രേക്ക് ചെയ്ത് വന്നിരിക്കട്ടെ, ഷിഫ്റ്റ് ചെയ്ത് വന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ബോണ്ട് എങ്ങനെയാ ബ്രേക്ക് ചെയ്തത്? ഈക്വൽ ആയിട്ടാണ് അല്ലെ, ഷെയർ ചെയ്ത് ഓരോരുത്തർക്കും ഓരോന്നിനെ കിട്ടി. അങ്ങനെ ഈക്വൽ ആയിട്ട് ബോണ്ട് ബ്രേക്ക് ചെയ്താൽ ഈക്വൽ ബോണ്ട് ഫിഷനെ വിളിക്കുന്ന പേരാണ് ഹോമോലിറ്റിക് ക്ലീവേജ്. എന്തുവാ? ഈക്വൽ ബോണ്ട് ഫിഷൻ. ഒരു ബോണ്ട് ഈക്വൽ ആയിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോലിറ്റിക് ക്ലീവേജ് അല്ലെങ്കിൽ ഹോമോലിറ്റിക് ഫിഷൻ. റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽ. ആരുണ്ടാകും? ഫ്രീ റാഡിക്കൽ ഉണ്ടാകും. ദാറ്റ് മീൻസ് എ ഒരു പൊട്ട്, ബി ഒരു പൊട്ട്, ഇങ്ങനെയല്ലേ കിട്ടുക. ഇയാൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എ ഒരു പൊട്ട്, ബി ഒരു പൊട്ടി. ഈ സാധനത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്രീ റാഡിക്കൽ. പ്രയാസമില്ലല്ലോ. അപ്പൊ ഒരു ബോണ്ട് ഈക്വൽ ആയിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോലിറ്റിക് ക്ലീവേജ്. വേണ്ടേ, തിരിച്ച് എയും ബിയും കൂടെ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാക്കിയെന്നിരിക്കട്ടെ. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ 2 ഇലക്ട്രോൺസും ബിയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെയാണ് മുറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ബോണ്ട് എങ്ങനെയാ ബ്രേക്ക് ചെയ്തത്? അൺഈക്വൽ ആയിട്ടല്ലേ? രണ്ടുപേർക്കും തുല്യമായിട്ടാണോ? അല്ല, അൺഈക്വൽ ആയിട്ടാണ്. അൺഈക്വൽ ബോണ്ട് ഫിഷൻ. അൺഈക്വൽ ബോണ്ട് ഫിഷനെ വിളിക്കുന്ന പേരാണ് ഹെറ്ററോളിറ്റിക് ക്ലീവേജ്. റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ നിങ്ങൾക്ക് അറിയാം. ഒന്നുകിൽ ഇത് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസിനകത്ത് പഠിച്ചാണ്. ഒന്നുകിൽ കാർബോ കാറ്റോൺ ഉണ്ടാകാം അല്ലെങ്കിൽ കാർബാനിയോൺ ഉണ്ടാകാം. അപ്പൊ 2 പോയിന്റുകൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഹോമോളിറ്റിക് ക്ലീവേജും ഹെറ്ററോളിറ്റിക് ക്ലീവേജും പഠിക്കുന്ന സമയത്ത് 2 പേര് തമ്മിൽ ബോണ്ട് ഉണ്ടാക്കി. ആ ബോണ്ട് ഈക്വൽ ആയിട്ട് മുറിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോലിറ്റിക് ക്ലീവേജ്. റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽ. അൺഈക്വൽ, അതേ എയും ബിയും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാക്കി. അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈക്വൽ ആയിട്ടല്ല, ഏതെങ്കിലും ഒരാളിലേക്കാണ് ആ ഒരു പെയർ ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ അൺഈക്വൽ ആയിട്ടാണ് ആ ബോണ്ട് ബ്രേക്ക് ചെയ്തതെന്ന് പറയാം. ദാറ്റ് അൺഈക്വൽ ബോണ്ട് ഫിഷൻ ഈസ് കോൾഡ്, പറയൂ, heterolitic cleavage resulting in the formation of ഒന്നുകിൽ കാർബോകാറ്റോൺ ഫോം ചെയ്യാം അല്ലെങ്കിൽ കാർബാനിയോൺ ഫോം ചെയ്യാം. പ്രയാസമില്ലല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മെൻഷൻ ടു ഒബ്സർവേഷൻസ് which could not be explained by the wave nature of electromagnetic radiation. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ വേവ് നേച്ചർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത 2 ഒബ്സർവേഷൻസ് മെൻഷൻ ചെയ്യാനാണ്. 2 എളുപ്പമാണ്. 2 എണ്ണം മെൻഷൻ ചെയ്തതിന് 2 മാർക്കാണ്. ഒന്നാമത്തത് നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാ പറയാടാ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പറയാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഓക്കെ, പിന്നെ പറയാൻ പറ്റുന്നത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഇതൊക്കെ പറയാം. കോംപ്ടൺ എഫക്റ്റ് ഏത് വേണമെങ്കിലും പറയാം. 2 എണ്ണം പറഞ്ഞാൽ അല്ലേ? 1 ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, 2 ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. പ്രയാസമില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് 13th ക്വസ്റ്റ്യൻ, 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. EGE എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലോറിൻ ഈസ് ലെസ് നെഗറ്റീവ് ദാൻ ദാറ്റ് ഓഫ് ഫ്ലോറിൻ ബൈ. മക്കളെ ഓർത്ത് വെച്ചേക്കണം, ഒരു 10 വർഷമായിട്ട് 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ
ഒരു 6-8 തവണ കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ സ്ഥിരം നിറ സാന്നിധ്യമാണ് ഈ ക്വസ്റ്റ്യൻ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് നെഗറ്റീവ് ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. വൈ? ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്ന സാധനം, ആ ഒരു കോൺസെപ്റ്റ് അല്പം പ്രയാസമാണ് മനസ്സിലാക്കിയെടുക്കാൻ. അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാഹചര്യത്തിൽ എനിക്ക് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് 1-2 കാര്യങ്ങൾ ബൈഹാർട്ട് പഠിക്കണം. ഒരിക്കലും ഞാൻ ബൈഹാർട്ട് പഠിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. എല്ലാത്തിനും നല്ല കോൺസെപ്റ്റ് വൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ നിങ്ങൾ ഞാൻ ആ പറയുന്ന 2 പോയിന്റ്സ് എന്ത് ചെയ്യണം, പഠിച്ചങ്ങ് വെച്ചിരിക്കണം. ഓക്കെ, ഞാൻ അത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യത്തില്ലേ, ശ്രദ്ധിക്കണേ നിങ്ങൾ. മക്കളെ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എക്സിനെ അറിയാമോ? നമ്മുടെ എക്സിനെ, ഇയാള് വാതകാവസ്ഥയിലുള്ള ചാർജ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് പറയാം ന്യൂട്രൽ ആണ്. ഒറ്റയ്ക്കാ നിൽക്കുന്നേ, ഐസൊലേറ്റഡ് ആണ്, ഗ്യാഷ്യസ് ആറ്റമാണ്. അല്ലെ? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണെന്ന് സിമ്പിൾ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ, ഒരാള് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന സമയത്ത് അസോസിയേറ്റ് ചെയ്യുന്ന എനർജി ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ന്യൂട്രലായ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗേഷ്യസ് ആറ്റമാണ്. ഇയാള് ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തു ആണല്ലോ. ഗെയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇയാൾ ആരാവൂടാ? എക്സ് മൈനസ് എന്ന് പറയുന്ന മോണോവാലന്റ് ആരായിട്ട് മാറും? ആനയോൺ ആയിട്ട് മാറും. ശരിയല്ലയോ? മോണോവാലന്റ് ആനയോൺ ആയിട്ട് മാറും. ഇങ്ങനെ ഗെയിൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പൊ എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് എപ്പോഴാ? when neutral isolated gaseous atom accepts an electron to form monovalent anion. റിലീസ് ചെയ്യുന്ന എനർജി ആയതുകൊണ്ട് ഇതിന്റെ വാല്യൂ ഓൾവേസ് എന്താണ്? നെഗറ്റീവ് ആണ്. ഒരു കാര്യം ഓർത്തിരിക്കണം, എല്ലാ കേസിലും നെഗറ്റീവ് അല്ല. ഇപ്പൊ തൽക്കാലം അങ്ങ് പഠിച്ചു വെച്ചു. നോബിൾ ഗ്യാസുകളുടെ ഒക്കെ കേസിൽ പോസിറ്റീവ് ആയിട്ട് വരാറുണ്ട്. പക്ഷെ തൽക്കാലം അറിഞ്ഞിരിക്കുക, വാല്യൂ എന്താണ്? നെഗറ്റീവ് ആണ്. ഇനി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ എന്ത് പഠിക്കണം? വേരിയേഷൻ പഠിക്കണം. ഡൗൺ എ ഗ്രൂപ്പ് അക്രോസ് എ പീരീഡ്. ഓക്കെ ആണല്ലോ, പ്രയാസമില്ലല്ലോ. ഡൗൺ എ ഗ്രൂപ്പ് ആണെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താവും? ലെസ് നെഗറ്റീവ് ആകും. ലെസ് നെഗറ്റീവ് ആകും. അക്രോസ് എ പീരീഡിൽ എന്താകും? മോർ നെഗറ്റീവ് ആകും. ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. ഞാൻ അതിപ്പോ തൽക്കാലം പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീഡിയോ കുറെ ലെങ്തി ആയിട്ടും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. സോ 2 പോയിന്റുകളിൽ നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് വെൻ ന്യൂട്രൽ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം ആക്സെപ്റ്റ്സ് ആൻ ഇലക്ട്രോൺ ടു ഫോം മോണോവാലന്റ് ആനയോൺ. അതിന്റെ വാല്യൂ തൽക്കാലം അറിഞ്ഞിരിക്കുക ആരാണ്? നെഗറ്റീവ് ആണ്. ഡൗൺ എ ഗ്രൂപ്പിൽ എന്തായിട്ട് മാറും? ലെസ് നെഗറ്റീവ് ആകും. അക്രോസ് എ പീരീഡിൽ എന്തായിട്ട് മാറും? മോർ നെഗറ്റീവ് ആകും. പ്രയാസമില്ലല്ലോ. ഇനി നമ്മുടെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ ചോദ്യം ഇതാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് നെഗറ്റീവ് ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. വൈ എന്നാണ്. അപ്പൊ അറിഞ്ഞിരിക്കണം, ആ ഒരു ഗ്രൂപ്പിനെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്: ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇങ്ങനെയാണ് വരിക. ഫ്ലൂറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ -328 കിലോ ജൂൾ പെർ മോൾ ആണ്. -328 കിലോ ജൂൾ പെർ മോൾ ആണ്. അതേപോലെ ക്ലോറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ -349 കിലോ ജൂൾ പെർ മോൾ ആണ്. ബ്രോമിൻ്റെത് -325 കിലോ ജൂൾ പെർ മോൾ ആണ്. അയഡിൻ്റെത് -295 കിലോ ജൂൾ പെർ മോൾ ആണ്. ഇതാണ് വാല്യൂസ്. പ്രയാസമില്ലല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഈ വാല്യൂസ് ഒന്നും കാണാതെ പഠിക്കണ്ട, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മാത്രം മതി. അപ്പൊ നിങ്ങൾക്കറിയാം, ഗ്രൂപ്പിൽ താഴേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ എന്തായിട്ട് മാറണം? ലെസ് നെഗറ്റീവ് ആകണം. ഗ്രൂപ്പിൽ താഴേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ ലെസ് നെഗറ്റീവ് ആകണം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഫ്ലൂറിൻ്റെത് -328,
ക്ലോറിൻ്റെത് -349. അതാണ് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് നെഗറ്റീവ്. കണ്ടോ, താഴേക്ക് വരുന്ന സമയത്ത് -328, -325, -295 ലെസ് നെഗറ്റീവ് ആയിട്ട് വരണം. പക്ഷെ ഫ്ലൂറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ ക്ലോറിനേക്കാൾ എന്താണ്, ലെസ് നെഗറ്റീവ് ആണ്. കണ്ടോ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് നെഗറ്റീവ് ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, 2 കാരണം പഠിച്ചാൽ മതി മക്കളെ. ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 9 അല്ലേ? കോൺഫിഗറേഷൻ എഴുതിയാൽ 2, 7 എന്ന് എഴുതാം. ഇത് കെ ഷെൽ, ഇത് എൽ ഷെൽ. ക്ലോറിന്റെ കേസിൽ 17 ആണ്, 2, 8, 7 ആണ്. ഇത് കെ ഷെൽ, ഇത് എൽ ഷെൽ, ഇത് എം ഷെൽ ആണല്ലോ. അപ്പൊ ഫ്ലൂറിന്റെ കേസിൽ അടുത്ത ഗെയിൻ ചെയ്യുന്ന ഇലക്ട്രോൺ ഏത് ലെവലിലേക്കാ വരുന്നത്? എൽ എന്ന് പറയുന്ന എനർജി ലെവലിലേക്കാ വരുന്നത്. എൽ എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്കറിയാം എന്നിന്റെ വില 2 അല്ലേ? കെ ആണെങ്കിൽ എന്നിന്റെ വില 1 ആണ്, എൽ ആണെങ്കിൽ എന്നിന്റെ വില 2 ആണ്. അങ്ങനെയാണെങ്കിൽ എൽ ഷെല്ലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 2n² ആണ്. ദാറ്റ് മീൻസ് എൽ എന്ന് പറയുന്ന ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണ്? 8 ആണ്. അതേ സമയത്ത് എം എന്ന് പറയുന്ന ക്ലോറിന്റെ കേസിൽ എം എന്ന് പറയുന്ന ഷെല്ലിലേക്കാണ് വരിക. അവിടെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 18 ആണ്. അറിഞ്ഞിരിക്കണേ. ഒന്നുകൂടെ ഞാൻ പറയാം. ഫ്ലൂറിന്റെ കേസിൽ അറ്റോമിക് നമ്പർ 9 ആണ്, കോൺഫിഗറേഷൻ 2, 7. എല്ലിലേക്കാണ് വരിക. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാം? 8 ഇലക്ട്രോൺസിനെ. ക്ലോറിന്റെ കേസിൽ 17 ആണ്, അവിടെ വരുന്നത് എം എന്ന് പറയുന്ന ഷെല്ലിലേക്കാണ്. അവിടെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന എത്ര ഇലക്ട്രോൺസിനെയാണ്? 18 ഇലക്ട്രോൺസിനെയാണ്. അപ്പൊ ഫ്ലൂറിൻ ഒരു ഇലക്ട്രോണിനെയും കൂടെ ഗെയിൻ ചെയ്താൽ അത് എല്ലിലേക്കാണ് വരുന്നത്. അവിടെ മൊത്തത്തിലാ നിൽക്കാൻ പറ്റുന്ന എത്ര പേർക്കാ? 8 പേർക്കാ. അപ്പം ഓൾറെഡി ഇപ്പൊ അവിടെ എത്ര പേരുണ്ട്? 7 പേരുണ്ട്. അപ്പൊ 8 പേര് നിൽക്കേണ്ട ഒരു സ്ഥലത്ത് ഓൾറെഡി 7 പേര് ഇങ്ങനെ വന്ന് നിറഞ്ഞു നിൽക്കുക. അപ്പൊ 8ാമത് വരുന്ന ഇലക്ട്രോണിന് ഈസി ആയിട്ട് കയറാൻ പറ്റുമോ? ഇല്ല. കുറച്ച് എന്ത് അനുഭവപ്പെടും? റിപ്പൽഷൻ അനുഭവപ്പെടും. അപ്പൊ ഫ്ലൂറിന്റെ സൈസ് ചെറുതായതുകൊണ്ട് 8ാമത്തെ ഇലക്ട്രോൺ അങ്ങടേക്ക് വരുന്ന സമയത്ത് അതിന് എന്ത് അനുഭവപ്പെടും? കുറച്ച് റിപ്പൽഷൻ അനുഭവപ്പെടും. അപ്പൊ ഇവിടെ കുറച്ച് എനർജി അങ്ങോട്ട് കൊടുത്തെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂ? അകത്തേക്ക് 8ാമത്തെ ഇലക്ട്രോണിന് കയറാൻ പറ്റൂ. അപ്പൊ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന എനർജി എന്ത് ചെയ്യണം? റിലീസ് ചെയ്യുന്നതിൽ നിന്നും മൈനസ് ചെയ്യണം. അതുകൊണ്ടാണ് ഫ്ലൂറിന്റെ കേസിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താകാൻ കാരണം? ലെസ് നെഗറ്റീവ് ആകാൻ കാരണം. while in the case of ക്ലോറിന്റെ കേസിൽ എമ്മിലേക്കാ വരുന്നത്. എമ്മിൽ എത്ര പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? 18 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി അവിടെ എത്ര പേരെ ഉള്ളൂ? ഇപ്പം 7 പേരെ ഉള്ളൂ. അപ്പൊ അടുത്ത വരുന്ന ഇലക്ട്രോണിന് വലിയ റിപ്പൽഷൻ ഒന്നും, എനർജി ഒന്നും അങ്ങോട്ട് കൊടുക്കണ്ട, കയറാൻ റിപ്പൽഷൻ ഒന്നും ഇല്ല, ഈസി ആയിട്ട് കയറാം. അതുകൊണ്ടാണ് ക്ലോറിന്റെ കേസിൽ ഇലക്ട്രോൺ ഗെയിൻ എന്തായാലും എന്താകാൻ കാരണം? മോർ നെഗറ്റീവ് ആകാൻ കാരണം. ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. ഇലക്ട്രോൺ ഗെയിൻ എന്തായാലും ഫ്ലൂറിൻ ഈസ് ലെസ് നെഗറ്റീവ് ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. വൈ ഞാൻ അത് കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. What is electron gain enthalpy, students? It is the amount of energy released when neutral isolated gaseous atom accepts an electron to form monovalent anion. Its value is negative. Down a group, electron gain enthalpy എന്തായിട്ട് മാറും? Less negative ആയിട്ട് മാറും. Across a period എന്തായിട്ട് മാറും? More negative ആയിട്ട് മാറും. അവരുടെ വാല്യൂസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ക്ലിയർ ആണ്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് നെഗറ്റീവ് ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. കാരണം കൂടെ പറ. ഫ്ലൂറിനകത്ത് അടുത്ത വരുന്ന ഇലക്ട്രോൺ, ഫ്ലൂറിനകത്ത് 8ാമതായി വരുന്ന ഇലക്ട്രോൺ, ഗെയിൻ ചെയ്യുന്ന ഇലക്ട്രോൺ വരുന്നത് ഏത് ലെവലിലേക്കാണ്? എൽ എന്ന് പറയുന്ന എനർജി ലെവലിലേക്കാണ്. അവിടെ 8 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റൂ. ഓൾറെഡി 7 പേരുണ്ട്. സോ വരുന്ന ആൾക്ക് കുറച്ച് എനർജി കൊടുത്തെങ്കിലേ അങ്ങോട്ട് കയറാൻ പറ്റൂ. അപ്പൊ അവിടെ ഇലക്ട്രോൺ റിപ്പൽഷൻ ഉണ്ട്. സോ അങ്ങോട്ട് കൊടുത്ത എനർജി റിലീസ് ചെയ്യുന്നതിൽ നിന്ന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്താലേ ഇയാളുടെ വാല്യൂ കിട്ടും. അതുകൊണ്ടാണ് കുറയാൻ കാരണം. പക്ഷെ ക്ലോറിന്റെ കേസിൽ അങ്ങനെയല്ല, എമ്മിലേക്കാണ് വരിക. എമ്മിലേക്ക് വരുന്ന സമയത്ത് 18 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. സോ റിപ്പൽഷൻ ഇല്ല. മനസ്സിലായ? കൺഫ്യൂഷൻ ഉണ്ടാ? ഓക്കെ, ഇതായിരുന്നു 13ാമത്തെ ചോദ്യം. ഇമ്പോർട്ടന്റ് ആണ്. കുറേയും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, ബട്ട് സമയമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 14ാമത്തെ ക്വസ്റ്റ്യൻ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാം, +1 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളിൽ ഒന്നാണ് ഇക്വിലിബ്രിയം. വളരെയേറെ ന്യൂമറിക്കൽ പ്രോബ്ലങ്ങളാൽ റിച്ചഡ് ആണ് ആ പാഠം. ഓക്കെ, ഇക്വിലിബ്രിയത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എക്സാമിൻ ദ ഇക്വിലിബ്രിയം. ഒരു ഇക്വിലിബ്രിയം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്.
4NH3 plus 5O2 is in equilibrium with 4NO plus 6H2O. Write the expression for Kc. Kc യുടെ expression എഴുതണം. That means equilibrium constant. What happens to Kc if the balanced equation is multiplied by a factor 2? Important ആണ്, ശ്രദ്ധിച്ചിരിക്കണം. ഇതിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ ജനറലൈസേഷൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അതായത് AA plus BB is in equilibrium with CC plus DD. ഇങ്ങനെ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ഉണ്ട് എങ്കിൽ ഇയാളുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc എഴുതാൻ നിങ്ങൾക്കറിയാം. മറന്നിരിക്കുവാണെന്ന് എനിക്കറിയാം. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചു തരാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതേണ്ടത് പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ. പ്രൊഡക്റ്റ് പറഞ്ഞോ, കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ആണ്, C⁻C into concentration of D⁻D divided by concentration of A⁻A into concentration of B⁻B ആണെന്ന് നിങ്ങൾക്കറിയാം. നമ്മളിത് ലോ ഓഫ് മാസ് ആക്ഷൻ ഒക്കെ വെച്ച് ഡിറൈവ് ചെയ്തുകൊണ്ടുവരുന്ന ഇക്വേഷൻ ആണ്. തൽക്കാലം ഡെറിവേഷൻ ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നില്ല. AA plus BB is in equilibrium with CC plus DD എന്ന് പറയുന്ന ഒരു ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc is equal to പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ ആണ്. ഈ കോൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? Kc is equal to പ്രൊഡക്റ്റ്, വേഗം പറഞ്ഞോ, NO ആണോ, റൈസ് ടു 4 into H2O raised to 6 divided by NH3 raised to 4 into O2 raised to 5. ഇതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ Kc. ഇതാണ് Kc എഴുതിയിട്ടുണ്ട്. അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്തുവാ? വാട്ട് ഹാപ്പൻസ് ടു Kc? എന്ത് സംഭവിക്കും Kcക്ക് if the balanced equation is multiplied by a factor 2? അതായത് ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. അത് നമ്മൾ ഇക്വിലിബ്രിയത്തിന്റെ തിയറി പാർട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പഠിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം AA plus BB റിവേഴ്സിബിളി ഗിവ്സ് CC plus DD എന്ന് പറയുന്ന ഇക്വേഷനെ ഏതെങ്കിലും ഒരു ഫാക്ടർ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 ആണ്, നമുക്ക് n എന്ന് പറയുന്ന ഒരു ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറും? n into AA plus n BB is in equilibrium with NCC plus NDD. നിങ്ങൾ തന്നെ പറ, എന്തുമായിരിക്കും ഇതിന് സംഭവിക്കുന്നത്? Kc is equal to concentration of C⁻² ആണോ, Na എന്ന് വരത്തില്ലയോ? അതേപോലെ അല്ലെ C⁻C ആണ്. അപ്പൊ ഇവിടെ n വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് റൈസ് ടു പവർ ആയിട്ട് n വരും, ഇതിന് റൈസ് ടു പവർ ആയിട്ട് n വരും, ഇതിന് റൈസ് ടു പവർ ആയിട്ട് n വരും, ഇതിന്റെ റൈസ് ടു പവർ ആയിട്ട് n വരും. അതായത് ആ പഴയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റൈസ് ടു എന്തെന്ന് വരും? n എന്ന് വരും. ആണോ? കുഴപ്പമില്ലല്ലോ. ഒന്നുകൂടെ പറയാം. AA plus BB is in equilibrium with CC plus DD എന്ന് പറയുന്ന ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ പറഞ്ഞാൽ Kc is equal to concentration of C⁻C into concentration of D⁻D divided by concentration of A⁻A into concentration of B⁻B. നമ്മൾ ആ ഇക്വേഷന് n വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതേ റൈസ് ടു 2 ഇതേ റൈസ് ടു 2 ഇതേ റൈസ് ടു 2 ഇതേ റൈസ് ടു 2 എന്ന് വരും. അതായത് പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ഡാഷ് എന്ന് പറയുന്നത് പഴയ Kc അല്ലെ, പഴയ Kc റൈസ് ടു എന്തെന്ന് വരും? n എന്നും വരും. എല്ലാവർക്കും റൈസ് ടു n ഉണ്ട്, അതുകൊണ്ട് മൊത്തത്തിൽ n അങ്ങ് കൊടുത്തു. ഇത് നമ്മൾ ഇക്വിലിബ്രിയത്തിൽ നിന്നും ഡിറൈവ് ചെയ്തുകൊണ്ടിരുന്ന റിലേഷൻ ആണ്. ഏതെങ്കിലും ഒരു സാധനം വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് പഴയത് റൈസ് ടു ആ മൾട്ടിപ്ലൈ ചെയ്ത n ആയിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ എത്ര വെച്ചാ മൾട്ടിപ്ലൈ ചെയ്തേ? 2 വെച്ചല്ലേ മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പൊ ഇതിനും പവർ ആയിട്ട് എന്ത് വരണം? റൈസ് ടു 2 വരണം. അപ്പൊ എങ്ങനെ എഴുതാം? പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K⁻C is equal to പഴയത് റൈസ് ടു 2 ആണ്, ഇവിടെ തന്നിട്ടുള്ളത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ ബെറ്റർ ആയിരിക്കും. NO റൈസ് ടു 4 ഗുണം 2 8 വരും. അതേപോലെ H2O റൈസ് ടു 12 വരും ഡിവൈഡഡ് ബൈ
NH3 raised to 4 ഗുണം 2 എത്ര വരും? 8 വരും. O2 raised to 10 വരും. ഒന്നുകൂടെ ഞാൻ ആ കോൺസെപ്റ്റ് പറഞ്ഞുതരാം. AA plus BB is in equilibrium with CC plus DD എന്ന് പറയുന്ന റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ പറഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ. ഇനി ആ റിയാക്ഷനെ ഏതെങ്കിലും ഒരു ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പുതിയ ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ പറഞ്ഞാൽ പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ K' എന്ന് വിളിച്ചു. പഴയത് KC ആണ്. അതേ റേസ് ടു എന്ത് വെച്ചാണോ മൾട്ടിപ്ലൈ ചെയ്ത് ആ സംഖ്യ. ദാറ്റ് മീൻസ് ന്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K' is equal to KC raised to n ആണ്. അപ്പൊ ഇവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പഴയത് ഇതാണ്, അതേ റേസ് ടു 2 എന്ന് വരും. ആ 2നെ ഞാൻ അകത്തോട്ട് ഗുണിച്ചെഴുതി. ദാറ്റ് മീൻസ് K' is equal to n raised to 8 into zone. പ്രയാസമില്ലല്ലോ. ഓക്കെ, നിങ്ങളെ 15ാമത്തെ ചോദ്യം വായിക്കാം. Give the chemical equation for the steps involved in the ozonolysis of propene. പ്രൊപ്പീനെ ഓസോണോളിസിസ് നടത്തുന്ന സമയത്ത് ഉള്ള ഇക്വേഷൻസ്, കെമിക്കൽ ഇക്വേഷൻസ് എഴുതാനാണ് ചോദ്യം. ഓക്കെ, ഓസോണോളിസിസ് ആണ് ചോദ്യം. ഓസോണോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓസോണോളിസിസ് പഠിക്കാൻ 1 മിനിറ്റ് മതി. ഡബിൾ ബോണ്ടിനെ എവിടെ കണ്ടാലും, ഓസോണോളിസിസ് പഠിക്കാനുള്ള എളുപ്പ വഴി ഇത്രയേ ഉള്ളൂ. ഡബിൾ ബോണ്ടിനെ എവിടെ കണ്ടാലും വെട്ടി നശിപ്പിക്കണം. അവിടെ പുൽക്കൂട് പോലത്തെ സാധനം, ഒരു വീട് പോലത്തെ സാധനം പണിയണം. ഇത്രയും കഴിഞ്ഞാൽ ഓസോണോളിസിസ് ആയി. ശ്രദ്ധിച്ചോ, പ്രൊപ്പീൻ അല്ലേ? പ്രൊപ്പീൻ എന്ന് പറഞ്ഞാൽ ആരാ? CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതാണ് പ്രൊപ്പീൻ. ഓസോണോളിസിസ് മീൻസ് ഓസോണുമായി ട്രീറ്റ് ചെയ്യുന്നു. എന്തുവാ ഞാൻ അല്പം മുമ്പ് പറഞ്ഞ ഡബിൾ ബോണ്ടിനെ എവിടെ കണ്ടാലും വെട്ടി നശിപ്പിച്ച് കളയണം. അവിടെ എന്ത് പണിയണം? പുൽക്കൂട് പണിയണം. ഓസോണോളിസിസ് ആയി. ഡബിൾ ബോണ്ടിനെ കണ്ടു, വെട്ടി നശിപ്പിച്ചു. പറഞ്ഞോ, CH3 സിംഗിൾ ബോണ്ടിനെ ഒന്നും ചെയ്യരുത്, അതേപോലെ ഇടണം. CH ഡബിൾ ബോണ്ടിനെ കണ്ടു, വെട്ടി നശിപ്പിച്ച് അയ്യത്ത് കളഞ്ഞു. പിന്നെ ഡബിൾ ബോണ്ട് ഒന്നും അവിടെ ഇല്ല. CH2 വെട്ടി നശിപ്പിച്ചതിന്റെ ഇടയ്ക്ക് ആരെ പണിയണം? പുൽക്കൂട് പണിയണം. ദാണ്ട പുൽക്കൂടിന്റെ ഒരു ബേസ്മെന്റ് ഒക്കെ പോലെ നമ്മൾ അങ്ങോട്ട് കെട്ടി. ആണോ? ദാണ്ട കൂര് വെച്ചു. ഈ സുനാപ്പിയെ വിളിക്കുന്ന പേരാണ് മക്കളെ ഓസോണൈഡ്. എന്തെന്ന് വിളിക്കൂടാ? ഓസോണൈഡ്. അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ വാട്ടറുമായി ട്രീറ്റ് ചെയ്യണം ഇൻ പ്രസൻസ് ഓഫ് സിങ്ക്. ഇവിടെ വെച്ച് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഈ ബോണ്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്യും. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് സ്റ്റുഡൻസ്? CH3 CHO CH3 CHO പ്ലസ് CH2O. CH2O എന്ന് പറഞ്ഞാൽ ആരാ? വേഷം മാറി കിടക്കോ കള്ളൻ. HCHO കണ്ട? H 2 H2O. ഇയാളുടെ പേര് അറിയാം. എന്തുവാ? അസറ്റാൽഡിഹൈഡ്. ഇതിന്റെ പേര് ഫോർമാൽഡിഹൈഡ്. അപ്പൊ ഓസോണോളിസിസ് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒറ്റ കാര്യം, ഡബിൾ ബോണ്ട് എവിടെ കണ്ടാലും എന്ത് ചെയ്യണം? വെട്ടി നശിപ്പിച്ച് ദൂരെ എറിയണം. അവിടെ പുൽക്കൂട് പണിയണം. ഈ ബോണ്ടിന്റെ ക്ലീവേജ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് അറിയട്ടെ, ചെയ്യാമോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓസോണോളിസിസ് ഒന്ന് നടത്തി പറഞ്ഞേ. CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് O3. നിങ്ങളുടെ സമയം ഇതാ തുടങ്ങി കഴിഞ്ഞു. 1 2 3 4 5 സമയം കഴിഞ്ഞു. ഇങ്ങോട്ട് നോക്കാം. എന്തുവാ ചെയ്യണ്ടേ? ഡബിൾ ബോണ്ട് കാണുന്നിടത്ത് വെട്ടി നശിപ്പിച്ച് അയ്യത്ത് കളയണം. വേണ്ട, CH2 ഡബിൾ ബോണ്ട് കണ്ടു, വെട്ടി നശിപ്പിച്ച് അയ്യത്ത് കളഞ്ഞു. പിന്നെ അപ്പുറത്തെ CH2 ദാണ്ട അതുപോലെ എഴുതി. വെട്ടി നശിപ്പിച്ചതിന്റെ ഇടയ്ക്ക് പുൽക്കൂട് ദാണ്ട ബേസ്മെന്റ് ഒക്കെ കെട്ടി. അടുത്ത ഓസോൺ ഇങ്ങനെ വെച്ചു. പ്രയാസമില്ലല്ലോ. ക്ലീവേജ് ദാണ്ട് ഇപ്പൊ പഠിപ്പിച്ചു. ഇതിങ്ങനെ വിണ്ടിങ്ങനെ CH2O CH2O. CH2O എന്ന് പറഞ്ഞാൽ ആരാ? HCHO. അയാളുടെ 2 മോളിക്യൂൾ അല്ലേ കിട്ടിയത്. സോ പ്രൊഡക്റ്റ് ഈസ് 2 HCHO. ദിസ് ഈസ് ഓസോണോളിസിസ്. ക്ലിയർ ആണല്ലോ? പ്രയാസമില്ലല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ഡൈബൊറൈൻ. റൈറ്റ് എ നോട്ട് ഓൺ ദി നേച്ചർ ഓഫ് ബോണ്ട് പ്രസന്റ് ഇൻ ഇറ്റ്. നമ്മുടെ P ബ്ലോക്ക് എലമെന്റ്സിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡൈബൊറൈന്റെ സ്ട്രക്ചർ വരച്ചിട്ട് അതിനകത്ത് ബോണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. പ്രയാസമില്ലേ മക്കളെ? ഡൈബൊറൈൻ ആരാടാ? ഡൈബൊറൈൻ എന്ന് പറഞ്ഞാൽ B2H6 ആണ്. ഡൈബൊറൈൻ ആരാ? B2H6. അയാളുടെ എന്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട്? സ്ട്രക്ചർ പറയാൻ പറഞ്ഞിട്ടുണ്ട്. സ്ട്രക്ചർ ഞാൻ പറയാം, അതിനുശേഷം ബോണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡൈബൊറൈൻ B2 2 ബോറോൺ ഉണ്ട്. B2 2 ബോറോൺ.
H6 ആണ്, ഒരു ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ, 3 ഹൈഡ്രജൻ, 4 ഹൈഡ്രജൻ. B2 H4 ആയി, 2 ഹൈഡ്രജൻ കൂടെ ഉണ്ട്, അത് ബ്രിഡ്ജിങ് ആണ്. ഇത് ഇങ്ങനെ നിൽക്കും. ഇതാണ് ഡൈബൊറൈന്റെ സ്ട്രക്ചർ. ഈ 2 ബോറോണും ഈ 4 ഹൈഡ്രജനും, ഓക്കെ ആണല്ലോ, ഈ 2 ബോറോണും ഈ 4 ഹൈഡ്രജനും ഒരേ പ്ലെയിനിലാണ് നിൽക്കുന്നത്. ഒരേ പ്ലെയിനിലാണ്. ആണല്ലോ. ഒരു ഹൈഡ്രജൻ എബവ് ദ പ്ലെയിനും ഒരു ഹൈഡ്രജൻ ബിലോ ദ പ്ലെയിനും ആണ്. ഒന്ന് പറയാം. ഡൈബൊറൈൻ എന്ന് പറഞ്ഞാൽ B2H6 ആണ്. B2H6നകത്ത് ഈ ബോറോൺ ആറ്റം അറിഞ്ഞിരിക്കണം. ബോറോൺ ആറ്റം sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. 2 ബോറോണും ഈ 4 ഹൈഡ്രജനും ഒരേ പ്ലെയിനിലാണ് നിൽക്കുക. പോയിട്ട് 2 ഹൈഡ്രജൻ ഉണ്ട്, അതൊന്ന് എബവ് ദ പ്ലെയിന്, ഒന്ന് ബിലോ ദ പ്ലെയിൻ ആണ്. ഈ 4 ഹൈഡ്രജനെ വിളിക്കുന്ന പേരാണ് ടെർമിനൽ ഹൈഡ്രജൻ എന്ന് വിളിക്കും. ഈ 4 ഹൈഡ്രജനെ വിളിക്കുന്ന പേരെന്തുവാ? ടെർമിനൽ ഹൈഡ്രജൻ. ടെർമിനൽ ഹൈഡ്രജൻസ്. 4 ഹൈഡ്രജനെ വിളിക്കുന്ന പേര് ടെർമിനൽ ഹൈഡ്രജൻസ്. ഈ 2 ഹൈഡ്രജൻ എബവ് ദ പ്ലെയിനും ബിലോ ദ പ്ലെയിനും നിൽക്കുന്ന ഹൈഡ്രജൻസിനെ വിളിക്കുന്ന പേര് ബ്രിഡ്ജിങ് ഹൈഡ്രജൻസ് എന്ന. എന്ത് വിളിക്കുന്നേ? ബ്രിഡ്ജിങ് ഹൈഡ്രജൻസ്. പ്രയാസമില്ലല്ലോ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. വേഗം പറഞ്ഞോ. ഡൈബൊറൈൻ B2H6. In diborane both boron atoms are sp3 hybridized and the 2 boron atoms are the 4 hydrogen atoms lies in same plane and these hydrogens are called terminal hydrogens. പോയിട്ടുള്ള 2 ഹൈഡ്രജൻസ്, ഒന്ന് എബവ് ദ പ്ലെയിന്, ഒന്ന് ബിലോ ദ പ്ലെയിന്, അവരെ വിളിക്കുന്ന പേരാണ് ബ്രിഡ്ജിങ് ഹൈഡ്രജൻസ്. പ്രയാസമില്ലല്ലോ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഇനി നമ്മൾ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ഇതിനകത്ത് എന്തുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം? ബോണ്ടിങ്ങും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാനത് ഇങ്ങോട്ട് വരച്ച് കാണിക്കാമേ. ബോണ്ടിങ് ശ്രദ്ധിച്ചിരുന്നോ? ബോണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം മക്കളെ. ബോറോൺ അല്ലേ? ബോറോൺ. ദാണ്ടെ ബോറോൺ വരക്കുന്ന ശ്രദ്ധിച്ചിരിക്കണേ. ബോറോണിന്റെ അറ്റോമിക് നമ്പർ 5 ആണ്. ബോറോണിന് വാലൻസ് ഇലക്ട്രോൺ 3 ആണ്. അപ്പൊ ഒരു വാലൻസ് ഇലക്ട്രോൺ, 2 വാലൻസ് ഇലക്ട്രോൺ, 3 വാലൻസ് ഇലക്ട്രോൺ. പ്രയാസമില്ലല്ലോ. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. ഒരു ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജൻ. പ്രയാസമൊന്നുമില്ലല്ലോ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഈ ഹൈഡ്രജന്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഈ ഹൈഡ്രജന്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇവര് തമ്മിൽ ഇതിനെ ഷെയർ ചെയ്ത് ഒരു ബോണ്ട് അങ്ങ് ഉണ്ടാവും. പ്രയാസം ഒന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ. ഈ ബോറോണിനും എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടടാ? 3 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ഒരു വാലൻസ് ഇലക്ട്രോൺ ദാണ്ടെ, ഒരു വാലൻസ് ഇലക്ട്രോൺ ദാണ്ടെ, അടുത്ത വാലൻസ് ഇലക്ട്രോൺ ദാണ്ടെ. ഇവിടെയും എത്ര ഹൈഡ്രജൻ? 2 ഹൈഡ്രജൻ. ഒരു ഹൈഡ്രജൻ, അടുത്ത ഹൈഡ്രജൻ. പ്രയാസമില്ലല്ലോ. ഹൈഡ്രജന്റെ കയ്യിൽ ഒരു വാലൻസ് ഇലക്ട്രോൺ, ഈ ഹൈഡ്രജന്റെ കയ്യിൽ ഒരു വാലൻസ് ഇലക്ട്രോൺ, ഇവര് തമ്മിൽ ഷെയർ ചെയ്ത് ഒരു ബോണ്ട് അങ്ങ് ഉണ്ടാകും. പ്രയാസം ഒന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. പോയിട്ട് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. ദാണ്ടെ അടുത്ത ഹൈഡ്രജൻ, ദാണ്ടെ അടുത്ത ഹൈഡ്രജൻ. പ്രയാസമില്ലേ, കൺഫ്യൂഷൻ ഇല്ലല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനിയും ഇവിടെ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഈ ഹൈഡ്രജന്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഈ ഹൈഡ്രജന്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തമ്മിൽ ബോണ്ട് ഉണ്ടാക്കാം. പക്ഷെ ഈ ഹൈഡ്രജനുമായി ചേർന്ന് ഈ ബോണ്ട് ഉണ്ടാക്കണമെങ്കിൽ ആരുടെ കയ്യിൽ ഇലക്ട്രോൺസ് ഇല്ല? ഈ ബോറോണിന്റെ കയ്യിൽ ഇലക്ട്രോൺസ് ഇല്ല. അതേ അവസ്ഥ തന്നെയാണ് ഇവര് തമ്മിൽ. ഈ ഹൈഡ്രജന്റെ കയ്യിൽ ഇലക്ട്രോൺ ഉണ്ട്, ഇവർക്ക് തമ്മിൽ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇവര് തമ്മിൽ ബോണ്ട് ഉണ്ടാക്കാൻ ആരുടെ കയ്യിൽ ഇലക്ട്രോൺ ഇല്ല? ബോറോണിന്റെ കയ്യിൽ ഇലക്ട്രോൺ ഇല്ല. അപ്പൊ ഈ ഹൈഡ്രജന്റെ കൈവശം ശ്രദ്ധിച്ചിരിക്കണം, ഈ ഹൈഡ്രജന്റെ കൈവശം ഒരു ഇലക്ട്രോൺ ഉണ്ട്. അതേപോലെ ഈ ഹൈഡ്രജന്റെ കൈവശം ആരുണ്ട്? ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഇവര് തമ്മിൽ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഇതിന്റെ കയ്യിൽ ഇനി ഇലക്ട്രോൺ ഇല്ല, ഇലക്ട്രോണിനാൽ ഡെഫിഷ്യന്റ് ആണ്. അതേപോലെ ഇവര് തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഇവര് തമ്മിൽ എന്തില്ല? ഇലക്ട്രോൺസ് ഇല്ല. ഇയാളുടെ കയ്യിൽ ഇലക്ട്രോൺസ് ഇല്ല, വെക്കാൻ ഷെയർ ചെയ്യാനില്ല. അപ്പൊ ഇതിനെ എങ്ങനെ ഷെയർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ അങ്ങ് ഷെയർ ചെയ്യും. ഇങ്ങനെയാണ് ഷെയറിങ് നടക്കുക. അതേപോലെ ഇവിടുത്തെ ഷെയറിങ് നടക്കുക.
ഇങ്ങനെ ഷെയർ ചെയ്യും. ഈ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ്, ഇല്ല, ഒരു ബനാന പോലെ ഇരിക്കുന്നത് കൊണ്ട് ഈ ബോണ്ടിന്റെ പേരാണ് ബനാന. ബനാന 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 ബോണ്ട് എന്ന് വിളിക്കും. പ്രയാസമില്ലല്ലോ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഞാൻ ഒന്നുകൂടെ പറയാം. ബോറോണ് അറ്റോമിക് നമ്പർ 5 ആണ്, വാലൻസ് ഇലക്ട്രോൺസ് 3 ആണ്. 1 2 3. ഒരെണ്ണം ഇതുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും, ഒരെണ്ണം ഇതുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. അടുത്തതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാനുള്ള ഇലക്ട്രോൺസ് ഇല്ല, ഇലക്ട്രോണിനാൽ ഡെഫിഷ്യന്റ് ആണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഷെയറിംഗ് ആയിരിക്കും നടക്കുക. ഈ ബോണ്ടിനെ വിളിക്കുന്ന പേര് ബനാന ബോണ്ട് എന്നാണ്. ഇനി നിങ്ങൾ എഴുതേണ്ട ഒരു പോയിന്റും കൂടി ഉണ്ട്. ഇവിടെ 2 തരം BH ബോണ്ട് ഉണ്ട്. ഇതൊരു BH ബോണ്ടാണ്, ബോറോൺ ഹൈഡ്രജൻ ബോണ്ടാണ്. അതേപോലെ BHB ബോണ്ടും ഉണ്ട്. ഏത് ബോണ്ട് ഉണ്ടാ? BHB ബോണ്ടും ഉണ്ട്. ശ്രദ്ധിക്കണം നിങ്ങള്, BH ബോണ്ട് ഉണ്ട്, BHB. അപ്പൊ 2 BHB ബോണ്ടും ഉണ്ട്. BH 4 BH ബോണ്ടും ഉണ്ട്. ആ 4 BH ബോണ്ട് എന്ന് പറയുന്നത് റെഗുലർ ആയിട്ടുള്ള 2 സെന്റർ ഉണ്ട്, 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം അത് 2 സെന്റേർഡ് 2 ഇലക്ട്രോൺസ് ബോണ്ട് ആണ്. അപ്പൊ എത്ര? 4 BH ബോണ്ട് ഉണ്ട്. അതെന്താണ്? 2 സെന്റേർഡ്, 2 സെന്റർ 2 ഇലക്ട്രോൺസ്, 2 സെന്റേർഡ് 2 ഇലക്ട്രോൺസ്, 2 സെന്റേർഡ് 2 ഇലക്ട്രോൺസ്, 2 സെന്റേർഡ് 2 ഇലക്ട്രോൺസ്. പ്രയാസമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ബോണ്ട് നിങ്ങൾ തന്നെ പറ BHB. അതായത് 2 BHB ബോണ്ട് എന്ന് പറയുന്നത് 1 2 3 3 സെന്റേർഡ് ആണ്. എത്ര ഇലക്ട്രോൺസേ ഉള്ളൂ അല്ലേ? 1 2 3 3 സെന്റേർഡ് ആണ്. എത്ര ഇലക്ട്രോൺസ്? 3 സെന്റേർഡ് 2 ഇലക്ട്രോൺസ്. ഇത്രയും കൂടെ പരീക്ഷയ്ക്ക് എഴുതണം. പ്രയാസമില്ലല്ലോ. അപ്പൊ ഡൈബോറൈൻ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറയാം. ഡൈബോറൈൻ B2H6 ആണ്. സ്ട്രക്ചർ ഇങ്ങനെയാണ് വരിക. 2 ബോറോൺ ആറ്റംസും sp3 hybridized ആണ്. And that 2 boron atoms and 4 hydrogen atoms are lies in one plane. Okay, and these 4 hydrogen atoms are called terminal hydrogen, and one above the plane and other below the plane, and that are called bridging hydrogens. ഇത്ര എഴുതിയതിനു ശേഷം ഇയാളുടെ ബോണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യണം. ബോണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയണം 4 BH ബോണ്ട് ഉണ്ട്. അത് റെഗുലർ ആയിട്ടുള്ള ഏത് ബോണ്ടാണ്? 2 സെന്റേർഡ് 2 ഇലക്ട്രോൺസ് ബോണ്ടാണ്. 2 ഏത് ബോണ്ട് ഉണ്ട്? BHB ബോണ്ട് ഉണ്ട്. അത് 3 സെന്റേർഡ് ആണ്, 2 ഇലക്ട്രോൺസ് ആണ്. ആൻഡ് ദാറ്റ് ബോണ്ട് ഈസ് കോൾഡ് ബനാന ബോണ്ട്. ഇത്രയും നിങ്ങൾ എഴുതി വെക്കുന്ന സമയത്ത് ആ 2 മാർക്ക് ക്രെഡിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിക്കണേ നിങ്ങൾ. 16ാമത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ മായ്ക്കുന്നുണ്ട്. 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 17ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് മീൻ ബൈ സ്പോണ്ടേനിയസ് പ്രോസസ്? തെർമോഡൈനാമിക്സിൽ നിന്നും ചോദിച്ച ചോദ്യമാണ്. What is mean by spontaneous process? എന്താണ് spontaneous process? വേഗം പറയൂ. Spontaneous process എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം ഇല്ലാതെ നടക്കുന്ന പ്രോസസ്സുകളെ വിളിക്കുന്ന പേരാണ് spontaneous process. അപ്പോൾ what is mean by spontaneous process? എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം ഇല്ലാതെ നടക്കുന്ന പ്രോസസ്സുകളെ വിളിക്കുന്ന പേരാണ് spontaneous process. Give the criterion for the spontaneity in terms of delta G for a process taking place at a constant temperature and pressure. ഇത് നമ്മൾ തെർമോഡൈനാമിക്സിന്റെ അവസാന ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ട്. ക്രൈറ്റീരിയൻ ഫോർ സ്പോണ്ടേനിറ്റി. സ്പോണ്ടേനിയസ് ആകണമെങ്കിൽ ഡെൽറ്റ ജി എന്തായിരിക്കണം? ഈസ് നെഗറ്റീവ്. പ്രയാസമില്ലല്ലോ, ഇത്രയേ ഉള്ളൂ. ചോദ്യം വലുതാണെങ്കിൽ ആൻസർ സിമ്പിൾ ആണ്. സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായമില്ലാതെ നടക്കുന്ന പ്രോസസ്സുകൾ വിളിക്കുന്ന ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആയിരിക്കണം. പ്രയാസമില്ലല്ലോ. 16ഉം 17ഉം പങ്കായിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, 18th question. 18th question ഇതാണ്. Give the relationship between molar mass of a gas and its density. ഒരു ഗ്യാസിന്റെ മോളാർ മാസും അതിന്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടെത്തണം. അതിനുശേഷം ഒരു പിരിവുണ്ട്. ആ പിരിവ് അവിടെ ഇരിക്കട്ടെ, നമുക്ക് ചെയ്യാം. അപ്പൊ ഇത് മക്കളെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ പാർട്ടുമാണ്. നിങ്ങൾക്കറിയാം, അക്കോർഡിംഗ് ടു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, വേഗം എന്ന് പറഞ്ഞേ PV ഈസ് ഈക്വൽ ടു nRT അല്ലേ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച് PV ഈസ് ഈക്വൽ ടു nRT ആണ്. ബട്ട് number of moles n is equal to mass by molar mass എന്നല്ലേ? നമ്പർ ഓഫ് മോൾസ് കാണാൻ ഇക്വേഷൻ മാസ് ബൈ മോളാർ മാസ് ആണ്. ആ നമ്പർ ഓഫ് മോൾസിന്റെ വാക്യം ഇവിടെ കൊണ്ടിട്ട് കൊടുത്താൽ എങ്ങനെ വരൂടാ?
PV is equal to number of moles ന് പകരം വേഗം പറ mass by molar mass into RT. ശരിയാണോ? M നെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് V ഇങ്ങോട്ട് കൊണ്ടോ? അല്ല വേണ്ട, V യെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് M നെ അങ്ങോട്ട് കൊണ്ടോ? അപ്പൊ പറഞ്ഞോ PM is equal to mass by വോളിയം താഴേക്ക് വന്നു into RT. ശ്രദ്ധിക്കണേ, PM is equal to mass by volume density അല്ലേ dRT. Therefore molar mass M is equal to dRT by P. This is the relationship between density and molar mass. That means molar mass M is equal to dRT by P. Once again ഞാൻ derivation ഒന്നുകൂടെ പറയാം. ഇത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന പാഠത്തിനകത്ത് നമ്മൾ ഹെഡിങ് ആയിട്ട് പഠിക്കുന്നതാണ്. റൈറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെൻസിറ്റി ആൻഡ് മോളാർ മാസ് അക്കോർഡിംഗ് ടു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRT, but number of moles M is equal to mass by molar mass, that is PV is equal to number of moles in substitution കൊടുത്താൽ mass by molar mass into RT. M നെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് V ഇങ്ങോട്ട് കൊണ്ടുവന്നു, that is PM is equal to mass by volume into R into T. Mass by volume is nothing but it is density, that is PM is equal to dRT, that is M is equal to dRT by P. ഇതാണ്. അപ്പോൾ ആദ്യത്തെ പിരിവ് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ പിരിവിലേക്ക് പോവാം. How does the densities of O2 and CH4 related if they are kept at same temperature and pressure? രണ്ട് ഗ്യാസുകൾ പറഞ്ഞിട്ടുണ്ട്, O2 ഗ്യാസും CH4 ഗ്യാസും. അവരുടെ ഡെൻസിറ്റീസ് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയണം. ഇഫ് ദേ ആർ കെപ്റ്റ് അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, അപ്പൊ രണ്ട് ഗ്യാസുകളെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആദ്യത്തെ ഗ്യാസിന് ഞാൻ 1 എന്നുള്ള ഒരു റെപ്രസെന്റേഷനും രണ്ടാമത്തെ ഗ്യാസിന് ഞാൻ 2 എന്നുള്ള റെപ്രസെന്റേഷനും കൊടുത്തെഴുതിയാൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറൂടാ? M1 is equal to ആദ്യത്തെ ഗ്യാസിന്റെ ഡെൻസിറ്റി D1 എന്ന് വിളിക്കാമല്ലോ. R1 എന്നൊന്നും കയറി വിളിച്ചല്ല, R ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ടിയും പിയും ഈ കേസിൽ സെയിം ആണ്, അതുകൊണ്ട് അവരെ തമ്മിൽ പ്രശ്നം ഇല്ല. ദാറ്റ് ഈസ് M1 is equal to D1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടി. രണ്ടാമത്തത് നിങ്ങൾ തന്നെ പറയും, വേഗം ഒന്ന് പറഞ്ഞോ. M2 is equal to D2 ഇക്വേഷൻ നമ്പർ 2. ശരിയല്ലയോ? ഇക്വേഷൻ 1 divided by 2 എന്ന് ചെയ്തേ. ഇക്വേഷൻ 1 divided by 2 എടുത്താൽ M1 by M2 is equal to D1 by D2 എന്ന് എഴുതാം. പ്രയാസമില്ലല്ലോ. ആദ്യത്തെ ഗ്യാസിനെ മെൻഷൻ ചെയ്തിട്ടുള്ളത് O2 ആണ്. O2ന്റെ മോളാർ മാസ് 32 ആണ്. ഡിവൈഡഡ് ബൈ M2 മീഥേൻ ആണ് 16 ആണ്. ഈസ് ഈക്വൽ ടു D1 by D2. അല്ലെ, ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 32/16 2/1 എന്ന് വരും. Therefore ആദ്യത്തെ ഗ്യാസിന്റെ ഡെൻസിറ്റി D1 എന്ന് പറയുന്നത് 2 into D2 ആണ്. ഇങ്ങനെയാണ് ഡെൻസിറ്റി റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഇവരുടെ. അല്ലെ, D1 is equal to 2D2 ആണ്. അല്ലെങ്കിൽ D1 is to D2 is equal to എന്താന്ന് പറയാം, 2:1 ആണെന്ന് പറയാം. അങ്ങനെയാണ് അവരുടെ എന്ത് ഡെൻസിറ്റി റിലേറ്റ് ചെയ്തിരിക്കുന്നത്. 32/16 is equal to D1 by D2. അതായത് D1 എന്ന് പറയുന്നത് 2 into D2 ആണ്. ഇതാണ് റിലേഷൻ. പ്രയാസമില്ലല്ലോ. 19ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Represent the Lewis structure of O3 and assign formal charge on each atom. ആണല്ലോ. O3 മോളിക്യൂളിന്റെ, അതായത് ഓസോൺ മോളിക്യൂളിന്റെ എന്ത് ലൂയിസ് സ്ട്രക്ചർ റെപ്രസെന്റ് ചെയ്തിട്ട് ഫോർമൽ ചാർജ് കാണാനാണ് ചോദ്യം. നിങ്ങൾ ശ്രദ്ധിക്കണേ. തൽക്കാലം ഇതൊന്ന് മായ്ച്ചിട്ട് ഇങ്ങോട്ട് എഴുതാം. ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കുന്നതൊക്കെ അറിഞ്ഞിരിക്കണം. O3യുടെ ഞാൻ പെട്ടെന്നൊന്ന് വരച്ചു കാണിക്കാം. O3 ഓക്സിജൻ പ്രയാസമില്ലല്ലോ. ലോൺ പെയർ, R
ഇതാണ് ഓസോൺ മോളിക്യൂളിന്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ. ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഒക്കെ പറയാനാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ തന്നെ വേണം ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ പറയാൻ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ പറയുന്നില്ല. നിങ്ങൾ എന്തായാലും ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കുന്ന വിധമൊക്കെ ടെക്സ്റ്റിനകത്ത് കിടപ്പുണ്ടെന്ന് നോക്കണേ. ഇതാണ് O3 മോളിക്യൂളിന്റെ ലൂയിസ് സ്ട്രക്ചർ. അപ്പോൾ റെപ്രസെന്റ് ദ ലൂയിസ് സ്ട്രക്ചർ. ലൂയിസ് സ്ട്രക്ചർ റെപ്രസെന്റ് ചെയ്തു. അസൈൻ ദ ഫോർമൽ ചാർജ് ഓൺ ഈച്ച് ആറ്റം. ഓരോ ആറ്റത്തിലുമുള്ള ഫോർമൽ ചാർജ് കണ്ടുപിടിക്കണം. ഇതിനെ ഞാനിപ്പം 1 റെപ്രസെന്റ് ചെയ്തു, ഇതിനെ ഞാൻ 2 റെപ്രസെന്റ് ചെയ്തു, ഇതിനെ ഞാൻ 3 എന്ന് റെപ്രസെന്റ് ചെയ്തു. എന്നിട്ട് ഓരോരുത്തരുടെ എന്ത് കാണണം? ഫോർമൽ ചാർജ് കാണണം. മക്കളെ, ഫോർമൽ ചാർജ് കാണാൻ ഇക്വേഷൻ ഉണ്ട്. ഫോർമൽ ചാർജ് Fc is equal to valence electrons minus lone pair electrons minus bond pair electrons by 2. ഇതാണ് ഫോർമൽ ചാർജ് കാണാനുള്ള ഇക്വേഷൻ. ഫോർമൽ ചാർജ് Fc is equal to valence electrons minus lone pair electrons minus bond pair electrons divided by 2 ആണ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ഓക്സിജന്റെ ഫോർമൽ ചാർജ് കാണാൻ പോവാം. അപ്പൊ ഞാൻ ഇവിടെ എഴുതും ഫോർമൽ ചാർജ് ഓൺ ഓക്സിജൻ മാർക്ക്ഡ് ആസ് അല്ലെങ്കിൽ ലേബിൾഡ് ആസ് 1 എന്ന് ലേബൽ ചെയ്ത ഓക്സിജന്റെ ഫോർമൽ ചാർജ് കാണുകയാണ്. ശ്രദ്ധിക്കണം നിങ്ങൾ, ഓക്സിജൻ അല്ലേ, അപ്പൊ വാലൻസ് ഇലക്ട്രോൺസ് പറ. ഫോർമൽ ചാർജ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. ഓക്സിജൻ ആണ് 6 മൈനസ് ലോൺ പെയർ ഇലക്ട്രോൺസ്. ഒരു ലോൺ പെയർ എന്ന് എഴുതരുത്, ലോൺ പെയർ എന്നല്ല, ലോൺ പെയർ ഇലക്ട്രോൺസ് ആണ്. അപ്പൊ എത്രയുണ്ട്? 2 ഉണ്ട്. മൈനസ് ബോണ്ട് പെയർ. ഇയാൾ എത്ര ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്? 1 2 3. ഒരു ബോണ്ടിനകത്ത് 2 ഇലക്ട്രോൺസ് വെച്ച് 3 ബോണ്ടിനകത്ത് 6 ഇലക്ട്രോൺസ് ഡിവൈഡഡ് ബൈ 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ശരിയാണോ? 6 മൈനസ് 2 മൈനസ് 6/2 3 ആണ്. -2 -3 -5. 6 മൈനസ് 5 ഈക്വൽ ടു +1. അപ്പോൾ 1 ലേബൽ ചെയ്ത ഓക്സിജന്റെ ഫോർമൽ ചാർജ് എത്രയാ? +1 ആണ്. ദാറ്റ് മീൻസ് ഒരു പ്ലസ് അങ്ങ് കൊടുക്കാം. ഫോർമൽ ചാർജ് ഇതേപോലെ വേഗം പറഞ്ഞേ, ഇതേപോലെ വേഗം പറ. ഫോർമൽ ചാർജ് ഓൺ ഓക്സിജൻ മാർക്ക്ഡ് ആസ് 2. വേഗം പറഞ്ഞോ. ദാറ്റ് ഈസ് Fc is equal to valence electrons 6 മൈനസ് ലോൺ പെയർ 2 2 4 ഉണ്ട് മൈനസ് 2 ബോണ്ട് അതിനകത്തിൽ 4 ഇലക്ട്രോൺസ് ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 മൈനസ് 4 മൈനസ് 2 6 മൈനസ് 6 is equal to 0. സോ ഇയാളുടെ ഫോർമൽ ചാർജ് 0 ആണ്. ചാർജ് ഒന്നും ഇല്ല റെപ്രസെന്റ് ചെയ്യാൻ. സിമിലർലി മൂന്നാമത്തെ പറ. ഫോർമൽ ചാർജ് ഓൺ ഓക്സിജൻ മാർക്ക്ഡ് ആസ് 3. നിങ്ങൾ തന്നെ പറ. ഫോർമൽ ചാർജ് is equal to അല്ലെ, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് മാറില്ല, 6 ആണ്. മൈനസ് നമ്പർ ഓഫ് ലോൺ പെയർ ഇലക്ട്രോൺസ് 2 4 6 ആണ്. മൈനസ് ബോണ്ട് പെയർ 2, ഒരു ബോണ്ടാണ്. ഇപ്പൊ 2 ഇലക്ട്രോൺസ് 2 ഡിവൈഡഡ് ബൈ 2 അല്ലേ. 6 മൈനസ് 6 0 മൈനസ് 1 എന്ന് വരും. അപ്പൊ ഇയാളുടെ ചാർജ് -1 ആണ്. അപ്പൊ ഒരു മൈനസ് കൊടുക്കുക. ഇങ്ങനെയാണ് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുക. പ്രയാസമില്ലല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം, ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ നിങ്ങൾ വരയ്ക്കാൻ പഠിക്കണം. അതിനുശേഷം ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഫോർമൽ ചാർജ് കാണാനുള്ള ഇക്വേഷൻ വാലൻസ് ഇലക്ട്രോൺസ് മൈനസ് ലോൺ പെയർ ഇലക്ട്രോൺസ് മൈനസ് ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഡിവൈഡഡ് ബൈ 2 ആണ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, 2 മാർക്സ് ക്വസ്റ്റ്യനിലെ അവസാനത്തെ ചോദ്യമാണ്. Identify the position of aluminum and sulfur in periodic table. Predict the formula of the compound formed between them. ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന തന്നെ നാണക്കേടാണ്. നിങ്ങൾക്ക് തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം 10ാം ക്ലാസ്സിൽ ഇതൊക്കെ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് വേഗം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അലൂമിനിയം 13 ആണ്, ശരിയല്ലേ?
സൾഫർ 16 ശരിയാണോ? കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ 1s2 2s2 2p6 3s2 2 4 10 12 3p1 വരും. ശരിയാണല്ലോ? സൾഫറിന്റെ എഴുതിയാൽ എങ്ങനെ വരൂടാ? 1s2 2s2 2p6 3s2 2 8 10 12 3p4 വരും. പ്രയാസമില്ലല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ശരി, ഐഡന്റിഫൈ ദ പൊസിഷൻ പറയണം. അതായത് ഗ്രൂപ്പും പീരീഡും ഒക്കെ പറയാനാണ്. ഹയസ്റ്റ് വാല്യൂ ഓഫ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ആണ് പീരീഡ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 1s എന്ന് എഴുതിയാൽ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 1 ആണ്. 2s പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 2 ആണ്. ഹയസ്റ്റ് വാല്യൂ ഓഫ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ആണ് പീരീഡ്. അപ്പൊ therefore ഇവിടെ പീരീഡ് എന്ന് പറയുന്നത് അല്ലേ, ഹയസ്റ്റ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ അലൂമിനിയം തേർഡ് പീരീഡ് ആണ്. അതുപോലെ ഗ്രൂപ്പ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പഠിച്ചിട്ടുണ്ട്, പിയിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നതെങ്കിൽ പിയുടെ ഇലക്ട്രോൺസിന്റെ കൂടെ എത്ര കൂട്ടുക? 12 കൂട്ടുക. അപ്പൊ 12 പ്ലസ് 1 13. അപ്പൊ ഇയാള് തേർഡ് പീരീഡ് ആണ്, 13th ഗ്രൂപ്പ് ആണ്. അതേപോലെ ഇവിടെ ഒന്ന് പറഞ്ഞേ, ഇവിടെയും എത്രാമത്തെ പീരീഡ് തന്നെ? തേർഡ് പീരീഡ് തന്നെ. ശരിയാണോ? ഗ്രൂപ്പ് പറ. പിയിലെ ഇലക്ട്രോൺസിന്റെ കൂടെ എത്ര കൂട്ടണം? 12. 12 4 16. പ്രയാസമില്ലല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തൊരു ചോദ്യം പറഞ്ഞിരിക്കുന്നു, പ്രെഡിക്റ്റ് ദ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ബിറ്റ്വീൻ ദം. ഇവര് തമ്മിൽ ഫോം ചെയ്യുന്ന കോമ്പൗണ്ടിന് എന്ത് പ്രെഡിക്റ്റ് ചെയ്യണം? ഫോർമുല പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പൊ അലൂമിനിയം സൾഫറും അല്ലേ, അപ്പൊ അലൂമിനിയത്തിന് സൾഫറിനെ അങ്ങോട്ട് എഴുതുന്നത്. അലൂമിനിയത്തിന്റെ വാലൻസി അറിയണം, 3 ആണ്. സൾഫറിന്റെ വാലൻസി അറിയണം, 2 ആണ്. അടുത്ത സ്റ്റെപ്പിൽ വാലൻസി ഇന്റർചേഞ്ച് ചെയ്യുക. അലൂമിനിയത്തിന്റെ വാലൻസി എടുത്ത് സൾഫറിനും സൾഫറിന്റെ വാലൻസി എടുത്ത് അലൂമിനിയത്തിനും കൊടുക്കുക. അപ്പൊ ഇവിടെ Al2 വരും, S3 വരും. അപ്പൊ അവര് തമ്മിൽ ഒരു കോമ്പൗണ്ട് ഉണ്ടായാൽ ഫോർമുല Al2S3 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് 20 ക്വസ്റ്റ്യൻസ് ഭംഗിയായിട്ട് ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ആയിരുന്നു. 1 മാർക്ക് ക്വസ്റ്റ്യനും 2 മാർക്ക് ക്വസ്റ്റ്യനും ഭംഗിയായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ 3 മാർക്സ് ക്വസ്റ്റ്യനും 4 മാർക്സ് ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.